ഈ കുട്ടികളുടെ സക്കാത്ത് കൊടുക്കേണ്ടത് യഥാർത്ഥ പിതാവ് തന്നെയാണ്. അവിടെ രണ്ടാമത്തെ ഭർത്താവിനോ ഈ ഉമ്മക്കോ ആ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയില്ല. ഉമ്മാന്റേത് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. ഉമ്മാന്റേത് മക്കൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മാനെ മക്കൾ നോക്കേണ്ട ഒരു രീതിയാണെങ്കിൽ, ഉദാഹരണം ഉമ്മ മക്കളുടെ ആശ്രിതയായി ജീവിക്കുകയാണ്, അഥവാ ഇമ്മാനും ബാപ്പാനും ആരാ നോക്കുന്നത്? മക്കളാ നോക്കുന്നത്. എന്നാൽ ആ മക്കള് ചെലവിന് കൊടുത്ത് പോറ്റുന്നത് പോലെ തന്നെ ഫിത്ർ സക്കാത്തും കൊടുക്കണം. ഫിത്ർ സക്കാത്തിന്റെ മസ്അലയിൽ തന്നെ പറയുന്നത് മമ്മൂന് എന്നാണ്. എന്താ മമ്മൂന്റെ അർത്ഥം? മമ്മൂന് എന്ന് പറഞ്ഞാൽ ആശ്രിതരായി ജീവിക്കുന്നവർ. അപ്പൊ നമ്മെ ആശ്രയിച്ച് കഴിയുന്നവർ അവരാരൊക്കെയാണ്? ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ. വൈൻ അല, അതെത്ര മേപ്പെട്ടാണെങ്കിലും ശരി, ബാപ്പാന്റെ വാപ്പ, അമ്മാന്റെ അമ്മാന്റെ അമ്മ, അങ്ങോട്ടൊക്കെ ആണെങ്കിലും ശരി. ഓൽക്ക് മക്കളില്ലെങ്കിൽ ഇങ്ങോട്ട് ഉമ്മാന്റെ മുത്ത് മകന് കൊടുത്തു. മകൻ ഉമ്മാന്റെ ആശ്രിതനല്ല. ഓക്കെ, അപ്പൊ പറ്റി. അപ്പൊ മുദ്ദ് കൊടുക്കല് ശരിയായി. ഇനി പറയും അതിൽ നിന്ന് അവൻ ഫിത്ർ സക്കാത്ത് കൊടുത്തു. ഓൻ ഫിത്ർ സക്കാത്ത് ആർക്ക്? പുറത്തൊരാൾക്ക്. അവര് അതിൽ നിന്ന് ഫിത്ർ സക്കാത്ത് തിരിച്ചു ഈ ഉമ്മാൻ. ഓക്കെ. അങ്ങനെ മകന്റെ കയ്യിൽ വീണ്ടും അരി എത്തി. കുഴപ്പമില്ല. അതിലൊരു സംഭവമുണ്ട്. എന്താ നിങ്ങളെ? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിക്ക് ചെന്നപ്പോ നല്ല ഇറച്ചിന്റെ വാസന. അപ്പൊ ഇന്ന് നല്ല ഇറച്ചിയൊക്കെ ഉണ്ടല്ലേ റസൂലുള്ളാഹി. അത് നബിയെ സദക്കന്റെ ഇതാണ്. അതിപ്പോ പറ്റൂല, അഹ്ലു ബൈത്തിന് പറ്റൂല. സദഖത്തുൽ ലക്കും ഹദിയത്തുൽ ലനാ മിൻകും ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾക്കത് സദഖ, നിങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഹദിയ. അപ്പൊ ഓലെ കയ്യ്, അപ്പൊ ആ സാധനം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല, പക്ഷെ വേറൊരാള് തന്നു എന്നതുകൊണ്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ മുദ്ദ് ഇവന്റെ കയ്യിൽ നിന്ന്, ഉമ്മന്റെ കയ്യിൽ നിന്ന് ഇവന്റെ കയ്യിലേക്ക് വരലോടുകൂടി മുദ്ദ് ഇവന്റേതായി. ഇവൻ അത് ഫിത്ർ സക്കാത്ത് കൊടുക്കലോടുകൂടി ആ ഫിത്ർ സക്കാത്ത് സ്വീകരിച്ചതോന്റേതായി. ഫിത്ർ സക്കാത്തിന്റെ അതേ അരിയാണ് വന്നതെന്നല്ല, അവൻ അവകാശപ്പെട്ടതായി ഇപ്പൊ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവകാശം രണ്ട് സ്ഥലത്ത് മടങ്ങി വന്നു. ഇപ്പോൾ അവൻ കൊടുത്ത അരി എന്നതല്ല നോട്ടം, അവൻ അവകാശപ്പെട്ട ഓന്റെ അരി എന്നതാണ് നോട്ടം. അതുകൊണ്ട് പ്രശ്നമില്ല. വക്കാലത്താക്കിയ ഒരാൾ, ഉദാഹരണത്തിന് സംഘടിത സക്കാത്തിൽ വരുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യാഘാതമാണ്, എന്റെ വീട്ടിൽ നിന്നും അരി കൊടുന്നു, നിങ്ങളെ വീട്ടിൽ നിന്നും അരി കൊടുന്നു, 10 വീട്ടിൽ നിന്ന് അരി കൊടുന്നിട്ട് ഇവിടെ ചൊരിഞ്ഞു. ഇനി ആ അരി അളന്നിട്ട് ഈ 10 വീട്ടിലേക്ക് തന്നെ നൽകുക. അപ്പോ ഇവന്റെ അരി ആ കുർത്തിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഓന്റെ സക്കാത്ത് കൂടൂല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവകാശികളെ കയ്യിലേക്ക് എത്തിയിട്ട് തിരിച്ചു വന്നതല്ല. വിഷയം മനസ്സിലായോ? ഈ സംഘടിത സക്കാത്തിലെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഇതാണ്. 10 വീട്ടിൽ നിന്ന് അരി വരികയും ആ 10 വീട്ടിലുള്ള അരി ഒരു മൂലക്കൽ ചൊരിയുകയും ഇവൻ വീണ്ടും സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടതായതുകൊണ്ട് അവന് തന്നെ അതിൽ നിന്ന് അളന്നു കൊടുക്കുകയും ആ അളന്നു കിട്ടിയ ഭാഗം ഇവന്റേതാണ് എന്ന്, ഇവന്റേതാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് സക്കാത്തായി പരിഗണിക്കില്ല. സക്കാത്ത് വീടിയിലേന്ന് സംശയപ്പുള്ളത് അത് സക്കാത്ത് വീടൂല, പിന്നെയും വീട്ടേണ്ടിയാണ്. സക്കാത്തിന്റെ വിഷയത്തില് ഒരാളിപ്പോ ഒരു 5 ലക്ഷം റുപ്യ ഒരാളെത്ത് നിക്ഷേപിച്ചു. അയാളത് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങി പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ ആ പൈസ ഒരു വർഷം നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം അതിന് ലാഭം അങ്ങനെ കൊടുക്കും. അപ്പോൾ സാധനം അയാളത്ത് സ്റ്റോക്കില്ല. ആ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുന്ന സാധനം അരി വാങ്ങി പൊടിച്ച് അത് പാക്ക് ചെയ്ത് ഗൾഫിലേക്ക് കയറ്റും. അപ്പൊ അയാളത്ത് മുതലില്ലല്ലോ. അപ്പൊ അതിന്റെ സക്കാത്ത് എങ്ങനെ കണക്കാക്കുക? അത് വളരെ ബെസ്റ്റ് ചോദ്യം. ഞാനിപ്പോ ആ ചോദ്യത്തിന് എങ്ങനെയപ്പോ ഉത്തരം പറയാം, ആരാപ്പം ചോദിച്ചു കിട്ടുകയെന്ന് വിചാരിച്ചിട്ടൊക്കെ. അഥവാ അയാൾ ചോദിച്ച എങ്ങനെ വെച്ചാല്, ഇപ്പോ ഒരു കച്ചവട സ്ഥാപനം, ആ കച്ചവട സ്ഥാപനത്തിലെ ഇപ്പൊ മലഞ്ചരക്ക് കച്ചവടം കൂട്ടിക്കോളി, മലഞ്ചരക്ക് കച്ചവടം അടക്ക തേങ്ങ കയറ്റിയാൽ പോയ കടൻ കാലിയായി. മനസ്സിലായോ?
രണ്ടാമത് വീണ്ടും പിന്നെ മലഞ്ചരക്ക് വരുമ്പോ അപ്പൊ പിന്നെ വീണ്ടും ഇത് വരികയാണ്. ഇവിടെ കച്ചവടത്തിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസയും കച്ചവടമാണ്. കച്ചവടത്തിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസയും കച്ചവടത്തിലാ പരിഗണിക്കാം. അതിപ്പോഴും അടക്കിന്റെ എങ്ങനെയാണ്? അപ്പൊ മലഞ്ചരക്ക് കച്ചവടക്കാരൻ ഒരു ദിവസം അവന്റെ ലോഡ് കയറ്റിപ്പോയി, കടകാലിയായി. ഇപ്പോൾ ഇനി അവന്റെ അടുത്ത് ഇനി വേറെ മലഞ്ചരക്ക് വാങ്ങാനുള്ള പൈസ അതുകൊണ്ട് കിട്ടി. കച്ചവടത്തിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസയെ കച്ചവടത്തിലായി പരിഗണിക്കണം. ഞാൻ അവിടെ ചോദിച്ചപ്പോ വേറൊരു സംഗതി കൂടി പറയാം. ഉദാഹരണത്തിന്, ഒരു പെട്ടിക്കടയില് സ്റ്റോക്ക് എടുപ്പ് നടത്തിയപ്പോ 30,000 ഉറുപ്പ്യുള്ളൂ. ഇന്നലെ കച്ചവടം നടന്ന ഒരു 2,500 ഉറുപ്പ്യ ഉണ്ട്. ആ കാശ് ഓന് സാധനം വാങ്ങാൻ പോകാൻ വേണ്ടി വെച്ചതാണ് എങ്കിൽ അതിന് സക്കാത്തുണ്ട്. അതും കൂടി ഇതിക്ക് കൂട്ടും. 32,011 ഉറുപ്പ്യ ഉണ്ടെങ്കിലല്ലേ സക്കാത്തുള്ളൂ. സ്റ്റോക്ക് എടുപ്പിൽ 30 കിട്ടിയിട്ടുള്ളൂ. 2,500 ഇന്നലെ കച്ചവടം ചെയ്ത് വെച്ച പൈസ ഉണ്ട്. അത് നാളെ മലപ്പുറത്ത് സാധനം വാങ്ങാനുള്ളതാണ്. അപ്പൊ കച്ചവടത്തിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസയാണ്. ആ പൈസയും ഈ മൊത്തം ഇടപാടിൽ കൂട്ടും. കച്ചവടത്തിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസ കച്ചവടത്തിൽ പരിഗണിക്കും. അപ്പോൾ പരിഗണിക്കാത്ത പൈസ ഏതാ? ഇപ്പൊ സാധാരണ നമ്മള് ഇപ്പൊ ഈ കച്ചവടക്കാരൊക്കെ ചെയ്യണ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പത്തെ പുതിയ സംവിധാനം അനുസരിച്ച് കുറി അടക്കും. ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു 9,000 ഉറുപ്പ്യ അയാൾക്ക് അയാളെ കടയിൽ 9,000 ഉറുപ്പ്യ ആ കുറി അങ്ങനെ നടത്തിപ്പോവും. അപ്പൊ ഓല ഡെപ്പോസിറ്റ് ആണ്. ഈ കുറിയിലേക്ക് ആ സംഖ്യ വന്നത് ഓല് പണമായി കച്ചവടത്തിൽ നീക്കിരിപ്പാണ്. ബാങ്കിലേക്ക് അവരടക്കുന്നത് പണമായി നീക്കിരിപ്പാണ്. ചിലർ ഇത് രണ്ടും ചെയ്യൂല. എന്നും കച്ചവടത്തിന് ഒരു 500 ഉറുപ്പ്യ എടുത്തു വെക്കും. ആ എടുത്തു വെച്ചത് ഒരു കച്ചവടത്തിൽ നിന്ന് മാറ്റി സംഖ്യയാക്കി. അവിടെ എടുത്തു വെച്ച സംഖ്യയുടെ വർഷം തികയുമ്പോൾ, നിസാബ് എത്തിയതിനു ശേഷം വർഷം തികയുമ്പോൾ സംഖ്യയുടെ സക്കാത്ത് കൊടുത്താൽ മതി. ഇതാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് ഇല്ലാ ഇദാലം യനില്ലാ. ഇല്ലാ ഇദാലം യനില്ല, അവൻ അതിനെ ഒരു നാണയമായി വെച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം കച്ചവടത്തിൽ നിന്ന് കച്ചവടം എന്ന ലക്ഷ്യമല്ലാതെ ഒരു മുതലായി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വെച്ചാലോ അത് കച്ചവടത്തിലേക്ക് പരിഗണിക്കേണ്ടതില്ല. അതിന് വർഷം തികയുമ്പോൾ അവിടെ സക്കാത്ത് കൊടുത്താൽ മതി. ഒരാള് സക്കാത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അയാളെ നാട്ടിലെ 4-5 ആൾക്കാർ സക്കാത്തിന് അർഹരുണ്ട്. അപ്പോൾ ഓലെല്ലാം കൂടി പറഞ്ഞു ഞങ്ങൾക്ക് തരാനുള്ള സക്കാത്ത് പൊരുത്തപ്പെട്ടെന്ന്. അതായത് സക്കാത്ത് അവകാശികൾ 4-5 അവകാശികളുണ്ട്. അപ്പൊ ഒരു അവകാശം കൊടുത്തു അയാൾ പറഞ്ഞ് എന്റെ സക്കാത്ത് നിങ്ങൾക്ക് തന്നെ പൊരുത്തപ്പെട്ട് തന്നു. കൊടുക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുത്തു. അപ്പൊ അയാളെ അവകാശം വേറെ കൊടുക്കണോ അല്ലെങ്കിൽ അയാൾക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ എനിക്ക് തിരിഞ്ഞതെന്ന് പറയാം. പിന്നെ ഞാൻ സക്കാത്ത് തരാണ്ട്, നിങ്ങളൊരു 5 അവകാശികൾക്ക് ഞാൻ സക്കാത്ത് കൊടുത്തു. അതിൽ ഒരു അവകാശിക്ക് 1,00,000 ഉറുപ്പ്യ കൊടുത്തു. ആ കൊടുത്ത ഉറുപ്പ്യ അയാൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു അല്ലേ? നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നു. തരുന്നതിന്റെ മുമ്പ് പൊരുത്തപ്പെട്ടതുണ്ട്. പോരെ. അത് വളരെ പ്രധാനമാണ്. അഥവാ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ട് ഇത് പിന്നെ ഇടപാടാണെങ്കിൽ, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടാണെങ്കിൽ അത് മതിയേനും. ഇതിൽ ഒരു നിയ്യത്തും ഒരു ഇബാദത്തും ഒക്കെ ഇതിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിൽ ആ പണി വ്യക്തമായിട്ട് ചെയ്യണം. അപ്പൊ അവിടെ എന്ത് വേണം? നിങ്ങൾക്ക് ഞാൻ സക്കാത്ത് തരികയും എന്നിട്ട് നിങ്ങൾ എനിക്ക് തന്നെ പൊരുത്തപ്പെട്ട് തിരിച്ചെന്നോളി. ഒരു കൊടുക്കലും വാങ്ങലും അവിടെ വരണം. ഉപയോഗിക്കണ കുഴപ്പമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പെടും. നിങ്ങളെ കയ്യിലേക്ക് വരലോടുകൂടി ഞാൻ നിങ്ങൾക്ക് തരലോടുകൂടി നിങ്ങളെ മുതലായി. നിങ്ങളെ മുതൽ എനിക്ക് തരുന്നു. അതിനെന്താ വിഷയം? ഇപ്പോൾ ഞാൻ തന്ന കാശല്ലാതെ നിങ്ങളെ മുതലാ. നേരത്തെ ചോദിച്ച സെയിം ചോദ്യമാണത്. അവിടെ വേറൊരു സംഗതിയാ പറയാം. അതെങ്ങനെ വെച്ചാല്, പിന്നെ നിങ്ങൾക്ക് ഞാൻ 1,00,000 ഉറുപ്പ്യ തരാണ്ട്, നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ പിന്നെ നിങ്ങൾക്ക് ഞാൻ 1,00,000 ഉറുപ്പ്യ തരാനുണ്ട്. ഞാനാണെങ്കിലോ സക്കാത്ത് വാങ്ങാനുള്ള അവകാശിയാണ്. നിങ്ങൾ സക്കാത്ത് കൊടുക്കാനുള്ള ആളുമാണ്. നിങ്ങൾക്ക് വേറെ വകുപ്പ് 1,00,000 ഉറുപ്പ്യ കൊടുക്കാണ്ട് നിങ്ങൾ എന്നോട് പറയാ, നിങ്ങൾ എനിക്ക് തരാനുള്ള ആ 1,00,000 നിങ്ങൾ സക്കാത്ത് കൊടുത്തോളി, അതിന് തരണ്ട എന്ന് പറഞ്ഞാലും സക്കാത്താവൂല. പിന്നെന്ത് വേണം? നിങ്ങൾ വല്ല എനിക്ക് 1,00,000 ഉറുപ്പ്യ എന്ത് ചെയ്യാ,
ഇവ 1,00,000 റുപ്യ അല്ല ഞാൻ 1,00,000 റുപ്യ എവിടുന്നെങ്കിലും വാങ്ങിയിട്ട് അത് തന്നിട്ട് പിന്നെ രണ്ടാമത് മടക്കി തരണം. അതായത് ഒരു തെരലും പിന്നെ ഒരു നിയ്യത്തോടു കൂടിയുള്ള തെരൽ അവിടെ വേണം. നിങ്ങളുടെ ദിമ്മത്തിൽ അവകാശത്തിൽ എനിക്ക് തരാനുള്ള ഒരു പൈസ അത് നിങ്ങൾ സക്കാത്ത് എടുത്തോളി. എനിക്ക് ഏതായാലും 1,00,000 റുപ്യ സക്കാത്ത് കൊടുക്കാണ്ട് നിങ്ങൾ സക്കാത്ത് വാങ്ങാൻ അവകാശിയാണല്ലോ, കടക്കാരനാണല്ലോ. ഇത് സാധാരണ ആളുകൾ ചെയ്യലുണ്ട്. ഗൾഫിലുള്ള ആളെ സക്കാത്ത് നാട്ടിൽ കൊടുത്താൽ പോലും ഷാഫി മദ്ഹബിലെ മുഅ്തമദായ വളരെ ബലപ്പെട്ട ഖൗലനുസരിച്ച് നടക്കില്ലെങ്കിലും നഖ്ലു സക്കാത്ത്, സക്കാത്ത് സ്ഥലം മാറ്റി കൊടുക്കാം എന്ന് ഷാഫി മദ്ഹബിൽ അമലിന് പറ്റിയ ഖൗലുണ്ട്. അതനുസരിച്ച് പറ്റും. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് എടുപ്പ് നടത്തിയാൽ കൃത്യമായിട്ടൊരു കണക്ക് കിട്ടില്ലെന്നില്ലെങ്കിൽ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഈ ഏകദേശം യഖീനാവാം. സ്റ്റോക്ക് എടുപ്പ് നടത്താൻ അവനൊരു മടി. എന്നാൽ സ്റ്റോക്ക് എടുപ്പ് നടത്തിയാൽ എന്തായാലും ഇതിൽ കൂടുതൽ ഉണ്ടാകില്ല എന്ന് വെച്ച് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഉദാഹരണത്തിന് എന്തായാലും സ്റ്റോക്ക് എടുപ്പ് നടത്തിയാൽ ഇത് 2 ലക്ഷത്തിന്റെ മുതലേ ഉണ്ടാവുള്ളൂ, അതിലധികം എന്തായാലും ഉണ്ടാവില്ല എന്ന ഒരളവിന്റെ സക്കാത്ത് കൊടുക്കണം. എന്നാ പറ്റും. സ്റ്റോക്ക് എടുപ്പൊക്കെ നടത്തി അതിന്റെ കൃത്യത്തിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു അമലാണ്. ഒക്കെ സുബ്ഹാനല്ലാഹ് 34 വട്ടം ചെല്ലൽ പുണ്യല്ലോ. 33 തന്നെ ഉണ്ട് ഒതുക്കിയിട്ട് ചവിട്ടി പിടിച്ച് മറ്റതും 33 കൃത്യമായിട്ട് ചെല്ലുന്നതിന് ഒരു പുണ്യുണ്ട്. സുബ്ഹാനല്ലാഹ് ചെല്ലണതിന് പുണ്യല്ലേ എന്ന് ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല. അവിടെ 33 ചെല്ലണ്ട്. ഒരു വർഷം തന്നെ കച്ചവടം ഇങ്ങനെ മാറി മാറി ചെയ്ത് ഇപ്പൊ റബീഉൽ അവ്വൽ ഒരു കച്ചവടം, പിറ്റത്തെ മാസം അത് കച്ചവടം ഇതാവാണ്ട് വേറൊരു കച്ചവടം തുടങ്ങി. പിന്നത്തെ ഓരോ കച്ചവടം മറ്റേ കച്ചവടം തുടങ്ങിയപ്പോ നിന്ന് ഓഫായിട്ടില്ലേ? പൈസ പറയൂ ഓഫായി അല്ലെങ്കിൽ ഓഫായില്ല. ഓരോ കച്ചവടം മറ്റേത് തുടങ്ങിയപ്പോ ഓഫായിക്കണോ ഇല്ലേ? ഓഫായിക്കണോ? എന്നാ പിന്നെ പുതിയ കച്ചവടം തുടങ്ങുന്നതാണ്. ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടം അല്ലാതാകാൻ ഇനി ഞാൻ കച്ചവടം ചെയ്യണില്ല എന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ പഞ്ചാരി ചായപ്പൊടിയൊക്കെ വെച്ച് ഇത് എത്ര ദിവസമായി വെച്ച് കൊടുക്കും, ഇനി കച്ചവടം ചെയ്യണില്ല, ഇനിയിപ്പോ ബാക്കിയുള്ള സാധനമൊക്കെ എന്താ കാട്ടാം, പെരീക്കെടുക്കാം. അതോടുകൂടി കച്ചവടത്തിന്റെ വർഷം മുറിഞ്ഞു. എന്നാ അമ്മ അതിൽ ഇനിയിപ്പോ 4 ദിവസം കഴിഞ്ഞിട്ട് ഓന് തോണ വേഗെന്താപ്പ പണി അവിടെ പോയി കുത്തിറക്കുക എന്ന് കരുതിയാൽ അവിടെ മുതലേ വർഷം തുടങ്ങുള്ളൂ. പക്ഷെ ഇതൊരു കളി കളിച്ചു പോനെ. എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വർഷം തികഞ്ഞപ്പോൾ ഈ സ്വർണവും വെള്ളിയൊക്കെ പാടെ കൂട്ടിയിട്ട് ഭാര്യന്റെ അടുത്തേക്ക് അപ്പൊ ഒരു വർഷം തികയോളം ഓന്റെ ഏത് എത്തുണ്ടായിട്ടില്ലല്ലോ. പിന്നെ പിറ്റേന്ന് ഇത് പിന്നെ അടുപ്പിലും തീയിലൊക്കെ തട്ടിയിട്ട് എനിക്ക് വേണ്ടത് അവിടെ ചോദിച്ചു. അപ്പൊ ഒരു വർഷം കയ്യിലുണ്ടായില്ല, മിൽക്ക് ചേഞ്ചായി, ഉടമവകാശം ചേഞ്ചായി. അങ്ങനെ ഒരു കളി കളിച്ചാൽ അവിടെ മഹാന്മാരൊക്കെ പറയലുണ്ട്, കുപ്പിയിലിട്ടിട്ട് നരകത്തിലിട്ടിട്ട് എന്തിനാ നരകത്തിലിട്ടു, എനിക്ക് സക്കാത്ത് കൊടുക്കാനൊന്നും ഇല്ലേനല്ലോ, അതിനെ അന്നിട്ടിട്ടില്ലല്ലോ, കുപ്പിയല്ല ഇട്ടിട്ടുള്ളൂ എന്ന് തിരിച്ചും പറയും. വെളുള്ളവർക്ക് വെളുണ്ടേന്ന് ചോദിക്കാം. എന്നമായിരിക്കും ഓന് കച്ചവടം ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ മസല അറിയാൻ എന്താ, കച്ചവടം അവൻ മനസ്സുകൊണ്ട് ഓഫ് ചെയ്താൽ ഞാനിത് കച്ചവടം ഒന്നും ചെയ്യണില്ല, നിർത്തണത്, ഇനി കച്ചവടം പിന്നെ ആവൂല എന്ന് കരുതിയിട്ട് നിർത്തിയാൽ അവിടം വെച്ച് കച്ചവടം മുറിഞ്ഞു. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് കച്ചവടം തുടങ്ങി, ഓൻ ഇനിയിപ്പോ എന്താ വേറെന്താ പണി ഒന്നും നോക്കിയിട്ട് കിട്ടില്ല, വീണ്ടും എന്താ കുറച്ച് പഞ്ചാരം കൂടിയൊക്കെ കൊടുന്ന് കച്ചവടം തുടങ്ങി. എന്നാൽ അവിടെ വെച്ച് കൊല്ലം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞതിൽ ഓപ്പായി കുറിച്ച് ഇടക്കിടക്ക് നീയത്തെക്കുക, കച്ചവടം നിർത്തുക, പെരി പോവുക, നേരം വെളുത്തിട്ട് തുറക്കുക, കച്ചവടം തുടങ്ങി തന്നെയാണെന്ന് പറയാ. അങ്ങനെ ആവുമ്പോ നിങ്ങൾ മാത്രല്ല വളവന്മാര്. ശരീഅത്തിന്റെ കോടതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. ഭൗതിക കോടതിയിൽ ലാഹിറും ബാത്തിനും ഉണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. അതൊക്കെ പ്രത്യക്ഷത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ സംഗതിയാണ്. പരോക്ഷമായി രക്ഷപ്പെടണമെങ്കിൽ അതൊക്കെ ഉള്ളതുപോലെ ഉള്ളു തുറന്ന് ചെയ്യണം, അപ്പോഴേ നടക്കൂ. അതൊക്കെ ഉള്ളു അടച്ച പരിപാടിയാണ്. വലിയ കമ്പനികളൊക്കെ ആവുമ്പോൾ അതിലെന്താണ്, ഓരോ ചെരുപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ സക്കാത്തിന്റെ സ്റ്റോക്ക് എടുപ്പ് കണക്കാക്കുമ്പോ ഈ ചെരുപ്പുകൾ മാത്രമാണ് കണക്കാക്കുക, അല്ലെങ്കിൽ അത് വാങ്ങിച്ച അതിന് വേണ്ടിയിട്ടുള്ള വേറെ വസ്തുക്കൾ, ഇതുണ്ടാക്കാനുള്ള വസ്തുക്കളും പിന്നെ കമ്പനിയിലെ മറ്റ് ഉപകരണങ്ങൾ ഇതൊക്കെ കണക്കൂട്ടോ സ്റ്റോക്ക് എടുപ്പ്. മെറ്റീരിയൽ അവകളെ സക്കാത്തിൽ പരിഗണിക്കുമോ എന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം. ചെരുപ്പുണ്ടാക്കാൻ വേണ്ടി
കൊണ്ടുവന്ന അതിൻ്റെ മെറ്റീരിയലുകൾ, അതിൻ്റെ സാമഗ്രികൾ, അവകൾ സക്കാത്തിൽ പരിഗണിക്കുമോ എന്നാണ്. അതുകൊണ്ട് ചെരുപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വാങ്ങിയതെല്ലാം ഇത് അതിൽ നിന്ന് വന്ന ഒരു സംഗതിയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. എള്ള് വാങ്ങി എള്ളാട്ടി എണ്ണ വിൽക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കണം. കാരണം എള്ളിൽ നിന്നാണ് എണ്ണ വന്നിട്ടുള്ളത്, അത് പരിവർത്തനപ്പെട്ട് വന്നതാണ്. അതേ അവസരത്തിൽ ഒരാള് ആ ഉണ്ടാക്കിയ സാധനം അതിൽ നിന്ന് ഇത് പരിവർത്തനപ്പെട്ട് വന്നതല്ല. ഉദാഹരണം, ഉന്നക്കായ വാങ്ങി. എന്തിന്? അത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് ഉന്നുണ്ടായിട്ട് വിൽപ്പന നടത്താൻ. ആ ഉന്നത്തിന് സക്കാത്തില്ല. എന്തുകൊണ്ട്? ആ ഉന്നക്കായയിൽ നിന്ന് ഉന്ന മരമുണ്ടായി, അങ്ങനെ അതിൽ നിന്ന് ഉന്നം ഉണ്ടായി, അതുകൊണ്ട് ബെഡുണ്ടാക്കി വിൽപ്പന ചെയ്താൽ സക്കാത്തില്ല. എന്തുകൊണ്ട്? ആ ഉന്നക്കായയിൽ ഏതില്ലായിരുന്നു? ഈ ഉന്നമില്ലായിരുന്നു. അത് അല്ലാഹു തആല അത് വെച്ച് സൃഷ്ടിച്ചൊരു സംഗതിയാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ തന്നെ പരിവർത്തനപ്പെട്ട് വന്നതാണ് ഈ പ്രൊഡക്റ്റ് എങ്കിൽ സക്കാത്തുണ്ട്. അത് പരിവർത്തനപ്പെട്ട് വന്നതല്ല, അതൊരു സൃഷ്ടിപ്പ്, ഇത് വേറൊരു സൃഷ്ടിപ്പ്. അതാണ് എള്ളിൽ നിന്ന് തന്നെയാണ് എണ്ണ വന്നത്, പുറത്തുനിന്നല്ല. അപ്പൊ ഇതിന് സക്കാത്തുണ്ട്. എണ്ണ കച്ചവടക്കാരൻ എള്ള് വാങ്ങി ആട്ടിയിട്ട് വിൽപ്പന നടത്തിയാലും സക്കാത്തുണ്ട്, കച്ചവടമായിട്ട് പരിഗണിക്കും. ഒരാള് സ്വർണ്ണപ്പല്ല് വെച്ച് അത് സക്കാത്തിന് നിസാബ് എത്തിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അവന്റെ വാപ്പ എത്ര പവന? എല്ലാ പല്ലും മുഴുവൻ പല്ലും കൂടിയാണ്. 11 പവനൊക്കെ മൊത്തം കൂട്ടിയപ്പോ 11 പവനൊക്കെ ഉണ്ട്. അത് സക്കാത്തില്ല, അവന്റെ ഉപയോഗ വസ്തുവായിട്ട് പരിഗണിക്കുക. അത് ഹുലിയിന് പറഞ്ഞാൽ തന്നെ ഇസ്ലാം സമഗ്രമാണ്, അത് സാർവത്രികമാണ്, അത് സമ്പൂർണമാണ്. ഒരഭംഗി വരുത്തുന്ന കാര്യം ഇസ്ലാം ചെയ്യില്ല. അതുകൊണ്ടല്ലേ ആഭരണത്തിൽ സക്കാത്ത് വേണ്ടെന്ന് പറഞ്ഞത്? ധരിക്കുന്ന ആഭരണത്തിൽ സക്കാത്തില്ല. അവളോട് സക്കാത്ത് കൊടുക്കണമെന്ന് ശരീഅത്ത് നിശ്ചയിച്ചെങ്കിൽ 10 കൊല്ലം കൊണ്ട് ആ മാലന്റെ കോലെന്താവും? അതിന്റെ ഇല്ലി പറിച്ച് അങ്ങനെ ഒരു അഭംഗിയുള്ള വിഷയമൊന്നും ശരീഅത്ത് പറയില്ല. അതുകൊണ്ട് അത് ആഭരണത്തിന്റെ ഉപയോഗ വസ്തുവിന്റെ ഗണത്തിലാണത് പെടുക, അതിൽ സക്കാത്ത് ഇല്ല. പുരുഷന് സ്വർണം കൊണ്ട് ആഭരണം ധരിക്കാൻ പറ്റില്ല. ആഭരണമല്ല, അവന് അനുവദനീയമായതാണ് സ്വർണത്തിന്റെ പല്ല് വെക്കാമെന്നത്. സ്വർണത്തിന്റെ പല്ല് വെക്കാമെന്നത് പുരുഷനിക്ക് അനുവദനീയമായ സംഗതിയാണ്. അതിന് ആഭരണം എന്ന് പേരിട്ടാലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല. അവന് ധരിക്കൽ അതല്ലേ ഇന്നലെ നമ്മൾ പറഞ്ഞത്. പുരുഷൻ ധരിക്കാൻ വേണ്ടി ഒരു മാലയുണ്ടാക്കി, ആ മാല 85 ഗ്രാം ഉണ്ടായി, അതിന് സക്കാത്തുണ്ട്. എന്തേ? അത് ഇസ്രാഫിലാണ് പെടുക, അത് അവന് ധരിക്കാൻ പാടില്ലാത്തതാണ്, ഹറാമാണ്. അവന് ധരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അവൻ ഉപയോഗിച്ചെങ്കിലും ഉപയോഗിക്കാത്തത് പോലെയാണ്. അപ്പോൾ അവിടെ സക്കാത്തുണ്ട്. പല്ല് അവന് സ്വർണ്ണപ്പല്ല് വെക്കൽ അനുവദനീയമാണ്. അനുവദനീയമായപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റിയതാണ്, അതിൽ സക്കാത്ത് ഇല്ല. ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് ഈ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കി ഡീസലിന്റെയും ധാറിന്റെയും മണ്ണെണ്ണന്റെ ഒക്കെ കച്ചവടം ചെയ്യണം. അപ്പൊ ഞാൻ ക്രൂഡ് ഓയിൽ വാങ്ങി അതിനോണ്ട് വേർതിരിച്ച് ഈ ബിസിനസ് ഒക്കെ നടത്തി. അപ്പൊ എനിക്ക് ഈ ക്രൂഡ് ഓയിൽ വാങ്ങി എനിക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരുമോ? അത് ഇതിന്റെ കൂട്ടത്തിൽ ഒന്നിച്ചല്ല കൂടാ, അതും കൂടി ഇവന്റെ വിലയിൽ പെടുന്നുണ്ടല്ലോ. അല്ല, ഈ ഉന്നക്കായി വാങ്ങിയിട്ട് നമ്മൾ കൊല്ലം വാങ്ങിയത് നമ്മൾ അടുത്തടുത്ത ബഡ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. വ്യത്യാസപ്പെട്ട് മനസ്സിലായില്ല. പിന്നെ ഈ എള്ളിൽ എണ്ണയുണ്ട്, അതേസമയം ഉന്നക്കായി കുഴിച്ചിട്ടു, എന്നിട്ടത് മരമായി, എന്നിട്ട് ഉന്നക്കായ വന്നു, ആ ഉന്നത്തിന്റെ കച്ചവടം ചെയ്തു, എന്നാ സക്കാത്തില്ല. അത് കാരണം ഈ ഉന്നത്തിന്റെ കായ, ഉന്നത്തിന്റെ കുരു പരിവർത്തനപ്പെട്ട് വന്നതല്ല ഉന്നക്കായ. എള്ള് പരിവർത്തനപ്പെട്ട് വന്നതാണ് എണ്ണ. അല്ലാഹു തആല അത് ഇങ്ങനെ ഒരു കുരു കുഴിച്ചിട്ടപ്പോ കുറെ ഉന്നക്കായ ഉണ്ടാക്കി തന്നു, അത്രേ ഉള്ളൂ. ഈ നിധികളുടെ സക്കാത്തിന്റെ വിഷയം, നിധികളിൽ സക്കാത്ത് കൊടുക്കേണ്ട വിഷയം. നിധികളിൽ സക്കാത്ത്, നിധി എന്നതിനെ സംബന്ധിച്ച് പറയാനുണ്ട്, ഇപ്പോൾ നമ്മൾ പറയേണ്ടതില്ല. നിധികളിലൂടെ സക്കാത്ത് കിട്ടുമ്പോൾ അപ്പ കൊടുക്കണം. കിട്ടിയതിന്റെ 5-1 കൊടുക്കുമാണ്. വർഷം തികയാൻ കാത്തിക്കണ്ട. പിന്നെ വർഷം തികയാൻ കാത്തിക്കണ്ട എന്നാണ് ഔദാര്യല്ല, കാത്തിക്കരുത്. പിന്നെ
1/5 സക്കാത്തായിട്ട് കൊടുക്കുമാണ്. ഒഫിർ റികാസി ഹുമുസുൻ എന്നാണ്. നിധികളിൽ 1/5 സക്കാത്തുണ്ട്. 1/5 സക്കാത്ത് ഉണ്ട് താനും. ഹവലാനുൽ ഹൗല് വേണ്ടതാനും. വർഷം തികയേണ്ട, കിട്ടുക അപ്പൊ തന്നെ കൊടുക്കുക. അപ്പൊ 20 ആട് കച്ചവടം ചെയ്തു, അതിന് പകരം 20 ആട് വേറെ വാങ്ങി, അങ്ങനെ ഉണ്ടായാൽ സക്കാത്തില്ല. വിഷയം മനസ്സിലായോ? 40 ആട് ഓന്റെ കയ്യിൽ ഒരു കൊല്ലം നിലക്കണം. ആട് ഫാമുകളിൽ അങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് വളരെ വിരളാണ്. അതേ ആട് നോട്ടിലും അങ്ങനെയാണ് ജബ്ര. അതേ നോട്ട് തന്നെ നിലനിന്നാലേ സക്കാത്തുള്ളൂ. ഈ 50,000 രൂപ അതേ പൈസ നിലക്കണം. പൈസ മാറി മാറി വന്നാലില്ല, തോനെ മാറി വരുമ്പോഴേ കുറച്ച് പൈസ അവിടെ ഉണ്ടാവും. അങ്ങനെ അപ്പൊ പിന്നെ ഇത് നിമ്മക്ക് മറ്റേത് എടുക്കാതെക്കാൻ വേണ്ടിയിട്ട് മാറ്റിയാലോ അവിടെ മറ്റേ വരും ചെയ്യും. കൂടുതൽ അളിഞ്ഞാട് ശ്രദ്ധിക്കുക. അവിടെ അത്ര വലിയ പ്രത്യേകത ഒന്നും വരാനില്ല. കാരണം അവിടെ കൂടുതൽ പൈസ ഉള്ളവന് ബാങ്കിൽ അക്കൗണ്ട് ആയിരിക്കും. ബാങ്കിൽ അക്കൗണ്ടിന് സക്കാത്തുണ്ട്. കാരണം അത് ഓൻ കൊടുത്ത സംഖ്യ അവിടെ ഉണ്ടല്ലോ. ഇവന്റെ കയ്യിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോട്ടിങ്ങനെ മാറി മാറി വരികയാണ്. ഓന്റെ കയ്യിൽ എന്നും ഒരു 32,011 ഉണ്ട്. നോട്ട് മാറുന്നുണ്ട്, ഓന് സക്കാത്തില്ല. അതേ നോട്ട് തന്നെ വരണം. സ്വർണത്തിലും അതേ സ്വർണം വരണം, വെള്ളിയിലും അതേ വെള്ളി വരണം. ഒരുത്തന്റെ കൃഷിഭൂമി ഗവൺമെന്റ് പിടിച്ചെടുത്തു. അതിൽ അവൻ നെൽകൃഷി ചെയ്തിരുന്നു. അതിൽ സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുക? ഗവൺമെന്റ് പിടിച്ചെടുത്ത ഭൂമി മിച്ച ഭൂമി ആയിട്ട് അവന് കിട്ടേ? അവന് കണക്കിലധികം സ്ഥലമുണ്ട്. അപ്പൊ ഗവൺമെന്റ് പിടിച്ചെടുത്തു. ഈ കണക്കിലധികം എന്നത് പള്ളിന്റെ പുറത്തിറങ്ങി പറയാൻ പറ്റുമോ? ഇത്ര കണക്കേ ഒരാൾക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ എന്ന് ശരീഅത്തിലില്ല. പക്ഷെ മവാത്തായ ഭൂമി ഉടമയാക്കുന്നതിൽ കണക്കുണ്ട്. ജന്മിമാരുടെ ഭൂമിയിലൊക്കെ അങ്ങനെ ഒരു വിഷയമുണ്ട്. മവാത്തായ ഭൂമി എന്നാൽ ആർക്കും അധികാരപ്പെടാത്ത, ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയാം, ആർക്കും അവകാശപ്പെടാത്ത ഭൂമി അത് എന്റേതായി മിൽക്കാക്കാൻ അധികാരമുണ്ട്. ഇതിന് മവാത്തായ ഭൂമി എന്നാ പറയാം. മവാത്തിനെ എഹിയാവ് ചെയ്യുക എന്നാണ് ആ പ്രക്രിയക്ക് പറയാം. നമ്മളെ പുറമ്പോക്ക് ഭൂമിയൊക്കെ ഉണ്ടല്ലോ, ആർക്കും അവകാശപ്പെടാത്ത, അത് ഭൂമി ഇല്ലാത്തവർക്ക് എടുക്കൽ അനുവദനീയാണ്. അപ്പോൾ അവന് ഉപയോഗിക്കാൻ പാകത്തിലേ അത് എടുക്കാൻ പാടുള്ളൂ. അത് കൃഷി ചെയ്ത് ഓന്റെ കുടുംബം പോറ്റാൻ ആവശ്യമായ അളവിലേ ഓൻ്റെതാക്കിക്കാൻ പറ്റുള്ളൂ. ഒരു കല്ലെടുത്താണ് എറിഞ്ഞിക്കാണ്ട് ഇവിടുന്ന് അതുവരെ ഉള്ളതൊക്കെ എൻ്റെത് അങ്ങനെ പഴയ ജന്മി സ്വഭാവം ഉണ്ടല്ലോ, അത് പറ്റൂല. നടന്നുകാണ്ട് ഇങ്ങനെ ഓരോ കല്ലിങ്ങനെ ഇടുക, ഈ കല്ലിട്ട് കൊടുത്തൊക്കെ ഓൻ്റെത്, അത് നടക്കൂല. ആ കുടുംബത്തിന് ഇഹ്യാഹ് ചെയ്യാൻ ആർക്കും അധികാരമില്ലാത്ത ഭൂമി ഇഹ്യാഹ് ചെയ്യാൻ അധികാരമുണ്ട്. ആ അധികാരം അവരുടെ ഖദറിൽ അവർക്ക് മതിയാകുന്ന അളവിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഭൂമിയിൽ മിച്ച ഭൂമിയിൽ ആരാ ഇടപാട് ചെയ്ത്? അവന് അധികാരമുള്ള ഭൂമിയിൽ ഗവൺമെന്റ് ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ അത് മറ്റുള്ളവർക്ക് പതിച്ചു കൊടുത്തു. പതിച്ചു കൊടുത്തവരെ കൃഷി ചെയ്തു അല്ലേ? അതെ അല്ലെ? പതിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇവൻ അതിൽ കൃഷി ചെയ്ത് വിളവെടുക്കാനായിരുന്നു. അപ്പോൾ ഈ സക്കാത്ത് ആർക്കാണ് നിർബന്ധമാകുക? ഈ ആ കൃഷി ഓന്റെ കയ്യിൽ കിട്ടിയോ? കൃഷി അടക്കം കൊടുത്തോ? വിളവെടുക്കാൻ സമയത്ത് കൃഷി അടക്കം ഗവൺമെന്റ് പിടിച്ചെടുത്തു അല്ലെ? ഇത് മഹസൂബായ മുതലാണ്. വസ്ബ് ചെയ്യപ്പെട്ട മുതലിന്റെ സക്കാത്ത് തിരിച്ചു കിട്ടിയാൽ കൊടുത്താൽ മതി. പിടിച്ചു പറിക്കപ്പെട്ട ഒരു മുതലിന്റെ സക്കാത്ത് തിരിച്ചു കിട്ടിയാൽ കൊടുത്താൽ മതി. അവിടെയാണ് ഇത് പെടുക. ചോദിച്ച ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. ഒരു അതിക്രമിച്ച് ഒരാൾ ഭൂമി കൈയടക്കി എപ്പോൾ? വിളവെടുക്കാൻ സമയത്ത്. എങ്കിൽ ആരാണ് ഈ വിളവിന് സക്കാത്ത് നൽകുക എന്നാണ് ചോദ്യം. മറുപടി, ഇത് പിടിച്ചെടുത്ത മുതലിന്റെ ഹുക്കുമിലാണ് പെടുക. പിടിച്ചെടുത്ത മുതൽ തന്നെയാണ്. മഹസൂബായ മുതലിന്റെ സക്കാത്ത് തിരിച്ചു കിട്ടിയാൽ കൊടുത്താൽ മതി. മഹസൂബായ വസ്തുവില് ഈ പിടിച്ചു പറിച്ച വ്യക്തി സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓന്റെതല്ലോ. ഓന്റെതല്ലാത്ത മുതലിന് എങ്ങനെ ഓൻ സക്കാത്ത് കൊടുക്കണം? കടം വാങ്ങുന്നിടത്ത് ഓന്റെ അല്ലല്ലോ സാർ. കടം വാങ്ങുന്നിടത്ത് ഓൻ അവകാശപ്പെട്ടു. കടം വാങ്ങലോടുകൂടി മഹസൂബായ ഭൂമിയിൽ ഇവൻ എന്ത് അവകാശം? വേഗത്തിന്റെ മുതൽ ഇവൻ പിടിച്ചു വെച്ചു എന്നല്ലാതെ
കൊടുത്താൽ ശരിയാവില്ലേ? ഏഹ് കൊടുത്താൽ ശരിയാവോ? കൊടുത്താൽ വേറൊരാളെ മുതലെടുത്ത് കൊടുത്താൽ എങ്ങനെ ശരിയാവണം? നമ്മൾ മറ്റൊരുത്തന്റെ ഡ്രസ്സ് എടുത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമല്ലോ. മറ്റൊരുത്തന്റെ ഡ്രസ്സ് എടുത്ത് കൊടുത്താൽ നിസ്കാരം സഹിയാകുന്നത് അവിടെ രണ്ട് ജിഹത്തുള്ളത് കൊണ്ടാണ്. അങ്ങനെ ചണ്ടങ്ങളെ രണ്ട് ജിഹത്തുണ്ട് അവിടെ. ഒന്ന് നിസ്കാരം എന്ന ഒരു ജിഹത്ത്, മറ്റൊന്ന് പിടിച്ചു പറയുന്ന ഒരു ജിഹത്ത്. പിടിച്ചു പറയുന്ന ജിഹത്തിലൂടെയാണ് ഹറാമ് വരുന്നത്. നിസ്കാരം എന്നതൊരു പറ്റിയ പരിപാടിയാണല്ലോ എന്നുള്ള നിലക്കാണ്. ഇവിടെ അങ്ങനല്ല. ഈ മുതലെന്നെ വേഗരാക്ക് കൊടുക്കുകയാണ്. അവിടെ രണ്ട് ജിഹത്തില്ല, ഒരു ജിഹത്തേ ഉള്ളൂ. ഇതേ മുതലെന്നെ വേഗരാക്ക് എടുത്ത് കൊടുക്കുകയാണ്. ഒരാള് ഫക്കീറുമായി യാത്രക്കാരനുമായി ഈ രണ്ടവകാശത്തിനും സക്കാത്ത് വെക്കണം. ഓ മസാല എങ്ങനെയാ പറയുന്നത്? അതല്ല, ഫക്കീർ ആയ വ്യക്തി, കടക്കാരനായ വ്യക്തി, ആ കടക്കാരൻ എന്ന ലെവലിൽ സക്കാത്ത് കൊടുത്തു, ഓനാ കടം വീട്ടി. ഇനി അവന് ഫക്കീർ എന്ന ലെവലില് വേറെ ഒരു വീതം സ്വീകരിക്കാവുന്നതാണ്. പക്ഷെ കടം വീട്ടുന്നതിന്റെ മുമ്പ് ആ കാശ് കയ്യിൽ വെക്കുമ്പോൾ ഫക്കീറല്ല. ഓൻ ആവശ്യമുള്ളതിന്റെ പകുതിയിലധികം ആവശ്യമുള്ള സംഖ്യ ഓൻ്റെ അടുത്തുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് കടണ്ട്, 1,00,000 റുപ്യ എനിക്ക് സക്കാത്തായിട്ട് കിട്ടി, കടം വീട്ടാനെന്നുള്ള തന്നതാണ്. ആ പൈസ ഞാൻ കടം വീട്ടിയില്ല. കടം വീട്ടാതിരിക്കുന്ന കാലത്തോളം ഞാൻ ഫക്കീറല്ലല്ലോ. ഇപ്പൊ ഞാൻ ആ കിട്ടലോട് കൂടി ആരായി? മുതലാളിയായി. ഈ കടം ഞാൻ വീട്ടിലോടുകൂടി ഞാൻ ആരായി? കടക്കാരൻ എന്ന തസ്തിക മാറി ഫക്കീർ എന്ന തസ്തിക വീണ്ടും നിലന്നു. അപ്പോൾ ആ തസ്തികയിലേക്ക് വീണ്ടും സ്വീകരിക്കാം. ഇപ്പൊ ഒരാൾക്കെന്നെ അതിലിപ്പോ ഒന്നുമില്ല, ഒരാൾക്കെന്നെ സക്കാത്ത് കൊടുക്കുന്ന പല രീതിയിൽ. ഒരു പൊതുവിശ്വാസി ഉണ്ട് ഇവിടെ. ആ പൊതുവിശ്വാസി ഇതിലെ യാത്ര ചെയ്യാണ്. എന്നാൽ അവനിക്ക് ഒരാള് പിന്നെ അയാളെ പട്ടിണി ബായരൊക്കെ ചോദിച്ചറിഞ്ഞ് കാണ്ട് ഫക്കീർ എന്നുള്ള ലെവലിൽ കൊടുത്തു. വേറൊരാൾ അപ്പുറത്ത് നിന്ന് കണ്ട് നിങ്ങൾ എടുക്കാ പോകണോ ചോദിച്ചാൽ ഞാൻ കോഴിക്കോട് പോവാണ്, ബസ്സിന് പൈസ ഇല്ല, ആകെ വഴിമുട്ടി ഗുണമാണ്. അപ്പൊ എന്നാൽ യാത്രക്കാരൻ വഴിയിൽ വെച്ച് വഴിമുട്ടി യാത്രക്കാരൻ എന്നുള്ള ഓനും കൊടുത്തു. അപ്പൊ രണ്ടാമത് ആ ലെവലിൽ കിട്ടി. പിന്നെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് വെച്ച് നോക്കുമ്പോൾ അയാൾ വേറൊരാൾ ചോദിച്ചു നോക്കുമ്പോൾ അയാള് പൊന്നാനി പോയി പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്, ആ ലെവലിലും കിട്ടി. ഒന്ന് കിട്ടുമ്പോത്തിന് അയാൾ മുതലാളിയാകാൻ പാടില്ല. ഏതുദാഹരണം, അയാള് ആരായിരുന്നു? അയാൾ പൊതുവിശ്വാസിയായിരുന്നു. പൊതുവിശ്വാസി എന്ന ലെവലിൽ അയാൾക്ക് 1,00,000 റുപ്യ കിട്ടി. ഇപ്പൊ ആള് ഫക്കീറല്ലാതായി, വഴിയാത്രക്കാരൻ, വഴിമുട്ടാതായി. അപ്പൊ പറ്റൂല. ഒരു വസ്തു കൊടുക്കുമ്പോൾ തന്നെ മറ്റേ അവകാശവും അവകാശിയായുള്ള അവസ്ഥയും അവനിൽ ഏതാവണം? നിലനിൽക്കണം. ഈ പൊതുവിശ്വാസിയുടെ കാലാവധി എത്ര? പൊതുവിശ്വാസിന്റെ കാലാവധി ഇല്ല, മരിക്കോളാം. കാലപരിധി ഇല്ല. അപ്പൊ നമ്മളൊക്കെ പഴയ അവസ്ഥക്ക് നോക്കുമ്പോ പൊതുവിശ്വാസിയാവൂല. നമ്മളമ്മയും പാപ്പയും പിന്നെ മണ്ണാനും പറയരുത്. അങ്ങനെയല്ല, മരിക്കോളം അവിടെ പൊതുവിശ്വാസികളല്ലാത്തോല മേന. എന്താ പൊതുവിശ്വാസിന്റെ മേന? കുഫ്രിയത്തിൽ നിന്നു ഇസ്ലാമിക്ക് വന്നു. നമ്മളമ്മേ ബാപ്പയെ രണ്ടാലൊരാൾ മുസ്ലിം ആവലോടുകൂടി നമ്മൾ മുസ്ലിങ്ങളായി. ഷാത്ത് കലിമയല്ലണ്ട. ഫിത്ർ സക്കാത്ത് ചുരുങ്ങിയത് 3 അവകാശികൾക്ക് കൊടുക്കണമെന്നല്ല പറഞ്ഞത്? ഫക്കീർ, മിസ്കിന്, വഴിയാത്രക്കാർ, ഇങ്ങനെ 3 വിഭാഗത്തിന് ചുരുങ്ങിയത് കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് തന്നെ 3 ഹൈസിയത്തിലൂടെ പിടിക്കാൻ പറ്റുമോ, വാങ്ങാൻ പറ്റുമോ? അങ്ങനെ പിന്നെ 3 അതിന് വേറെ വിഷയമുണ്ട്. 3 സെറ്റ് അവകാശികളിലേക്കാണ് നൽകേണ്ടത്. 3 സെറ്റ് അവകാശികളിലേക്കാണ് നൽകേണ്ടത്. അവിടെ വ്യക്തികൾ ചേഞ്ച് ആയില്ല എന്നൊരു വിഷയമുണ്ട്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖഹായി വൽ മസാകീൻ വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത്തി ഖുലൂബ്. അവിടെ വ്യത്യസ്ത സെറ്റുകളിലേക്ക് ഇത് ഏതാവണം, നീങ്ങണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ഫക്കീറി എന്നൊരു സെറ്റ് വേണം, മിസ്കീനി എന്നൊരു സെഷൻ വേണം, മുഅല്ലഫത്തുൽ ഖുലൂബ് എന്നൊരു സെഷൻ വേണം. അപ്പൊ വ്യക്തികൾ വ്യത്യാസപ്പെടണം. അങ്ങനത്തെ ആ സെറ്റ് പരിഗണിക്കുന്ന അവസരത്തിൽ ഞാൻ പറയാം, ഒരാൾ ഇവിടെ സക്കാത്ത് കൊടുത്തത് ഏതടിസ്ഥാനത്തിലാ? എനിക്ക് സക്കാത്ത് എന്ന് ഫക്കീർ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. വേറൊരാൾ എനിക്ക് സക്കാത്ത് എന്നത് മിസ്കീൻ എന്നുള്ള പിന്നെ പൊതുവിശ്വാസി എന്നുള്ള അടിസ്ഥാനത്തിൽ, വേറൊരാൾ കടക്കാരെന്നുള്ള അടിസ്ഥാനത്തിലാണ്. അത് പറ്റുന്നു. ഇവന്റെ സക്കാത്ത് തന്നെ ഒരാൾക്ക് കൊടുക്കുക. എങ്ങനെയാ കൊടുക്കണത്? മിന്നൈസുൽ ഫഖു മിന്നൈസുൽ മിസ്കീനു. അത് പറ്റൂല. പിന്നെ ഒരു നാട്ടില് സക്കാത്തിന്റെ അഹലുകാരൊന്നും ഇല്ലെങ്കിൽ അടുത്ത മഹലിലേക്ക് നീക്കണം.
അപ്പൊ ആട് ഒരു വർഷം കൊണ്ട് 40 ആ വർഷം തികയുന്ന സമയത്ത് ഒരാട് ചത്തു. അങ്ങനെയാണെങ്കിൽ കൊടുക്കും. അപ്പൊ 39 ആയിട്ടുള്ളൂ. 40 പോയാൽ 39 ഞങ്ങളുടെ നാട്ടിലൊക്കെ. പൂർത്തിയായതിനു ശേഷം ചത്തു. പൂർത്തിയായതിനു ശേഷമാണെങ്കിൽ പിന്നെ സക്കാത്തിന് തമക്കുന് വന്നതിന് ശേഷം അങ്ങനെ വിഷയമുണ്ട്. ഉജൂബ് അദാഉൽ ഉജൂബ് എന്ന 2 സംഗതിയുണ്ട്. നിർബന്ധമാകൽ, വീട്ടൽ നിർബന്ധമാകൽ. പിന്നെ അതിൽ തമക്കുന് എന്നൊരു സംഭവമുണ്ട്, കൊടുക്കാൻ സൗകര്യപ്പെടൽ. അപ്പോൾ വർഷം തികഞ്ഞ് കൊടുക്കാൻ സൗകര്യപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഈ ആട് ചത്തതെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 1 വർഷം തികയുന്നതിന് മുമ്പാണെങ്കിൽ സക്കാത്ത് വേണ്ട. സക്കാത്ത് നഖൽ ചെയ്യാൻ പറ്റില്ല. അത് അപ്പോൾ അന്യദേശത്തുകാർ, മറ്റു നാട്ടുകാർ നമ്മുടെ നാട്ടിൽ വന്ന് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റും. കൊടുക്കപ്പെടുന്ന വാങ്ങുന്ന വ്യക്തികൾ അവകാശികളാണ് എന്ന് ഇവൻ യഖീന് വരും. അത് വലിയൊരു പ്രശ്നമാണ്. യാചകരായ ആളുകളിലേക്കൊക്കെ സക്കാത്ത് കൊടുക്കുക. ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ള കാരണം യാചിച്ച് ചേലുള്ളവന് യാചിച്ചെന്നെ നടക്കുള്ളൂ. ഓന്റെ ബാങ്കിൽ വലിയ അക്കൗണ്ട് ഉണ്ടാവും. ഓന്റെ ആ പൊക്കണന്നെ വന്ന് പൊളിച്ചുകാണ്ട് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ തോട്ടിന്റെ കെട്ടുവികാരം. അപ്പൊ ഈ വരുന്ന ആളുടെ നിജസ്ഥിതി, അയാളെ സംബന്ധിച്ചുള്ള നമ്മുടെ വിവരം, അയാൾ അവകാശിയാണോ എന്ന വിവരം അറിയാതിരിക്കുക എന്നത് ഈ യാചകരിലേക്ക് സക്കാത്ത് കൊടുക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു വലിയ വിഷയമാണ്. സ്വന്തം നാട്ടിൽ തന്നെ സക്കാത്ത് കൊടുക്കണം എന്ന ഷാഫി മദ്ഹബിലെ മുഴുത്തമതായ 1-ാം ഖൗലിന് ഇത്രയും വലിയ ഫലമുണ്ടാകാനും കാരണം ഇതാണ്. കാരണം തന്റെ സക്കാത്ത് സ്വീകരിക്കുന്ന വ്യക്തി അവകാശി തന്നെയാണോ എന്ന ശരിക്കതിന്റെ പൾസ് അറിയൽ ആ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് അവനിക്ക് അറിയുള്ളൂ. അല്ലാത്ത പുറം നാടുകളിൽ നിന്ന് വരുന്ന ആളുകളിലേക്ക് അവൻ മുസ്തഹിഖാണോ അല്ലേ എന്ന് സംശയിച്ചു കൊടുത്താൽ സക്കാത്ത് കൂടുന്നതല്ല. വിദേശിയായ പള്ളിയിലെ ഉസ്താദിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. അവൻ അവിടെ മുഖീമാണ്, അവൻ അവിടുത്തെ താമസക്കാരനാണ്. മുഖീമിനും മുസ്തൗത്തിനും സക്കാത്ത് സ്വീകരിക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഒരാൾ വന്നിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്, അങ്ങനത്തെ ആക്ക് പറ്റും. ഇവിടെ ഒരാൾ ഇപ്പൊ ഇവിടെ ഈ പള്ളിയിൽ എഴുത്തിക്കാപ്പിന് വേണ്ടി വന്നു പോലെ റമദാൻ മുഴുവൻ എഴുത്തിക്കാപ്പിന് വന്നതാ. 4 ദിവസം ഒരു സ്ഥലത്ത് താമസിക്കും എന്ന് ലക്ഷ്യം വെച്ച് വന്ന ആളുകളൊക്കെ കേടുവെച്ച് 4 ദിവസം, അഥവാ നമ്മൾ വന്ന ദിവസവും പോണ ദിവസവും കൂട്ടാതെ 4 ദിവസം ഒരു സ്ഥലത്ത് നിന്ന് താമസിക്കും എന്ന് കരുതിയ വ്യക്തി അവിടെ മുഖീമായി. ഓന് ആ നാട്ടിലെ സക്കാത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ താമസിക്കുകയാണ് എന്ന് കരുതി വന്നോനും കൊടുക്കാൻ പറ്റും, ഓനും മുഖീമായി. പിന്നെ മുസാഫിർ വഴിമുട്ടിയെങ്കിലാണ് മുസാഫിറിന് സക്കാത്തുള്ളത്. എല്ലാ മുസാഫിറിനും ഇല്ല. ഒരാൾ വിശക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി, തൽക്കാലം പൈസ ഇല്ല, സക്കാത്തിന്റെ പൈസ ഓന് കൊടുക്കാം. ഓൻ യാത്ര ആരംഭിക്കണോനാണ്. ഹജ്ജിന് പോകാൻ വേണ്ടി പണം കെട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകാന്നാ വിചാരിച്ചത്. അവസാനം പോകാനായി പൈസ അടക്കാനില്ല, സക്കാത്തിന്റെ പൈസ ഓന് കൊടുത്തിട്ട് ഓൻ ഹജ്ജിന് പറഞ്ഞേക്കാം. ഓൻ ഹജ്ജ് നിർബന്ധം ചെല്ലോ. ഓൻ സഫറിനെ ഉണ്ടാക്കിയ ആളാണ്, യാത്രയെ ഉണ്ടാക്കിയ വ്യക്തിയാണ്, യാത്രയെ ഉദ്ദേശിച്ച വ്യക്തിയാണ്. ഓന് പറ്റും. ആദ്യം തന്നെ ഇത് കരുതിക്കാണ്ട് ഞാനിങ്ങനെ ആക്കാം, എന്നിട്ട് അവസാനം ഒന്നാണ് കുടുങ്ങിയിട്ട് ഇതാണ് വെറുതറിയാം, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വിരിച്ച് വാങ്ങാം എന്ന് കരുതിക്കാണ്ട് അമ്മാതിരി വെള്ളമൊന്നും എടുത്ത് കണ്ട് അതിന് ഒരുങ്ങും വേണ്ട. അല്ലാഹു തആല സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും, ബാത്തിലിനെ ബാത്തിലായി ഉൾക്കൊള്ളാനും അത് തള്ളാനും അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. والصلاة والسلام على سيدنا محمد وآل كل وصحابة أجمعين. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا نبي الله. خذ بأيدينا قلت حيلتنا أدركنا. الصلاة والسلام عليك يا سيدنا يا نبي الله. خذ بأيدينا قلت حيلتنا أدركنا.
وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي واعلموا يا أمة سيدنا ومولانا محمد. സക്കാത്തിന്റെ വിവിധ വശങ്ങളിലൂടെ 2 ദിവസമായി നമ്മുടെ പ്രയാണം തുടരുകയാണ്. 3-ാമത്തെ ദിവസത്തിന്റെ പ്രയാണം നാം ഇവിടം ആരംഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി അവതരിപ്പിക്കാനും ബാത്തിലായി ഉൾക്കൊണ്ട് തള്ളാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സക്കാത്ത് ഒരു നീണ്ട വളരെ ആഴമുള്ള ഒരു വിഷയമാണെന്ന് ഇതിന്റെ വിവിധ തലത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെയും പിന്നെയും അതിനെ സംബന്ധിച്ച് പഠിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്തപ്പോൾ സക്കാത്ത് എന്നല്ല, ഇസ്ലാമിന്റെ എന്തു വിഷയങ്ങളും ഒരാഴിക്കടലാണ്, ആഴമേറിയ ഒരു കടലാണ്. എന്തും അത് തൊട്ടു നോക്കുമ്പോഴാണ് അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാകുന്നത്. ഞാൻ തീർത്തു പറയുന്നു, റമദാൻ 30 ദിവസവും സക്കാത്ത് തന്നെ അവതരിപ്പിച്ചാൽ അതിനു മാത്രം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇസ്ലാമിലെ സമ്പദ് വ്യവസ്ഥയായ സക്കാത്ത് എന്ന ഈ സംഭവത്തിലുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് ഇൽമും അറിവും വിജ്ഞാനവും മഅരിഫത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആമീൻ. നിങ്ങൾക്ക് ചോദ്യം തുടങ്ങാം. കച്ചവടം നടത്തുന്നതിനിടയിലായിക്കൊണ്ടിട്ട് കച്ചവടം നിർത്തണമെന്ന് കരുതിയാൽ ഇപ്പൊ കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണ്ടല്ലോ. അതേ പ്രകാരം തന്നെ ഇപ്പൊ കച്ചവടം തുടങ്ങണമെന്ന് കരുതിയാൽ തന്നെ സക്കാത്ത് നിർബന്ധമാവും. ഉദാഹരണമായിട്ട് ഇപ്പൊ CD അല്ല പുസ്തകമൊക്കെ വാങ്ങിച്ചു വിട്ടണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിങ്ങനെ സ്റ്റോക്കായിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടേക്കും വേണമെങ്കിൽ കച്ചവടം തുടങ്ങല്. അപ്പൊ അതിന്റെ സക്കാത്ത് എങ്ങനെ? അഥവാ ചോദ്യത്തിന്റെ രത്ന ചുരുക്കം, കച്ചവടക്കാരൻ കച്ചവടം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് കച്ചവടത്തിന്റെ കൊല്ലം തുടങ്ങുമോ എന്നാണ്. ഉത്തരം തുടങ്ങില്ല. കച്ചവടം ചെയ്യൽ ഉദ്ദേശമുണ്ടായത് കൊണ്ട് കച്ചവടത്തിന്റെ കൊല്ലം തുടങ്ങില്ല. കച്ചവടം ചെയ്തു തുടങ്ങിയാലേ കച്ചവടത്തിന്റെ കൊല്ലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഒരാൾ അടുത്ത 1-ാം തീയതി ഈ കടയുടെ ഇനാഗ്രേഷൻ നടത്തണം, ഇതിന്റെ ഉദ്ഘാടനം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ 1-ാം തീയതി മുതൽ അവന് കച്ചവടം ലക്ഷ്യം വെച്ചു. പക്ഷെ അന്ന് ഉദ്ഘാടകനെ ലഭിക്കാത്തത് കൊണ്ടോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ അവൻ അത് തുടങ്ങിയത് പിന്നെയും 4 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ്. എങ്കിൽ ആ 1 മാസം കഴിഞ്ഞ് കച്ചവടം തുടങ്ങുമ്പോഴേ വർഷം ആരംഭിക്കുകയുള്ളൂ. അതേസമയം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടം ഞാൻ ഇനി ഇത് സൂക്ഷിക്കുകയാണ്, കച്ചവടം ഞാൻ ഇതിൽ ഓഫ് ചെയ്തിരിക്കുന്നു, ഞാൻ ഇനി കച്ചവടം നിർത്തിയിരിക്കുന്നു എന്ന് നീയത്ത് കരുതലോടുകൂടി കച്ചവടത്തിന്റെ കൊല്ലം മുറിഞ്ഞു. ഇനി അതേ മുതലിൽ വീണ്ടും അവൻ കച്ചവടം എന്താ ഇപ്പൊ വെറുതെ എങ്ങനെ ഇരുന്നിട്ട് അയിമ തന്നെ തട്ടിക്കൂട്ട എന്ന് കരുതി 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കച്ചവടം തുടങ്ങിയാൽ ആ തുടങ്ങിയത് മുതലേ സക്കാത്തിന്റെ കൊല്ലം ആരംഭിക്കുകയുള്ളൂ. ഞാൻ ഈ കച്ചവടം ഓഫ് ചെയ്യുന്നു, നിർത്തുന്നു എന്ന് ലക്ഷ്യം വെക്കലോടുകൂടി കൊല്ലം മുറിയുകയും സക്കാത്ത് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. കൊല്ലത്തിന്റെ ഇടയിലാകുമ്പോൾ പിന്നീട് അതേ മുതലിൽ തന്നെ ഞാൻ കച്ചവടം ചെയ്യുന്നു എന്ന ലക്ഷ്യത്തോടു കൂടി കച്ചവടം തുടങ്ങിയാൽ ആ തുടങ്ങിയത് മുതലേ വർഷം ആരംഭിക്കുകയുള്ളൂ. അതേസമയം കച്ചവടം തുടങ്ങണം എന്ന് ലക്ഷ്യം വെച്ചതുകൊണ്ട് മാത്രം കച്ചവടം ആകില്ല. കച്ചവടം തുടങ്ങണമെന്ന് ലക്ഷ്യം വെച്ച് കച്ചവടം തുടങ്ങണം, ഇടപാട് തുടങ്ങണം. അപ്പോഴേ ഏതാവുകയുള്ളൂ, അതിൽ വർഷം തുടങ്ങുകയുള്ളൂ. ഇടപാട് തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നിന്നിട്ട് ഇടപാട് തുടങ്ങി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ 1 വർഷത്തോളം കച്ചവടം നടന്നില്ല, അതിനുശേഷം നടന്നാല് അതിപ്പോ നമ്മൾ ഉത്തരത്തിൽ വന്നു. ഇടപാട് തുടങ്ങി എന്നിട്ട് അവൻ കച്ചവടം ഓഫ് ചെയ്തു, ഞാൻ നിർത്തുകയാണ്, ഇതൊന്നും നല്ലൽക്ക് പോണില്ല, ഇതൊന്നും ഒക്കണില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പൂട്ടി.
ഇനി അതിൽ കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വീട്ടിൽ എടുക്കാന്ന് വിചാരിച്ചു. വീണ്ടും അവന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവനിക്ക് എന്തിപ്പോ ഇങ്ങനെ നടന്നിട്ട് ഒന്നുമില്ല, ഇപ്പൊ ഒന്നുമില്ലാതായി. അതുകൊണ്ട് ഇത് തുടങ്ങാന്ന് വിചാരിച്ച് വീണ്ടും അവനത് തുടങ്ങി. എന്നാൽ ഞാൻ കച്ചവടം നിർത്തി എന്ന് പറയലോടുകൂടി കൊല്ലം നിന്നു. രണ്ടാമതിന് ഈ കച്ചവടം ചെയ്യുന്നു എന്ന് ലക്ഷ്യം വെച്ച് തുടങ്ങുമ്പോഴാണ് വർഷം വീണ്ടും തുടങ്ങുന്നത്. അതൊരു ശവ്വാൽ 1-നാണെങ്കിൽ അടുത്ത ശവ്വാൽ 1-ന് സക്കാത്ത് കൊടുത്താൽ മതി. അതൊരു വർഷമാകാം, 2 വർഷമാകാം, ഒരു ദിവസമാകാം. സക്കാത്തെ ഒരു കൊല്ലം മുറി കൂടിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം ഇന്നലെ അതിന് ഉത്തരം വന്നിട്ടുണ്ട്. വീണ്ടും പറയുന്നു, കച്ചവടത്തിന്റെ സക്കാത്തും സമ്പത്തിന്റെ സക്കാത്തും ഒരു വർഷം തികയുന്നതിന്റെ മുമ്പ് നൽകാവുന്നതാണ്. ഫിത്ർ സക്കാത്ത് റമദാൻ 1 മുതൽ നൽകാവുന്നതാണ്. കച്ചവടം തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അതിന്റെ സക്കാത്ത് കൊടുക്കൽ തുടങ്ങി. ഇനി സ്റ്റോക്ക് എടുപ്പിലെ എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് ബോധ്യമാവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ തന്നെ അല്പാൽപ്പം കൊടുക്കൽ തുടങ്ങി. അത് പറ്റും. നിങ്ങളെ കയ്യിൽ അല്പം കാശുണ്ട്, കാശ് വന്നിട്ട് ഇപ്പൊ കുറച്ചു കാലമായി, 5-6 മാസമായി, ഇപ്പോൾ തന്നെ അതിന്റെ സക്കാത്ത് നൽകാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കൊടുക്കേണ്ട നിസാബ് അഥവാ ഞാൻ ഇന്നലെ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ വിലയായ, ഇപ്പോഴത്തെ വിലയായ 32,011 രൂപ ഓന്റെ കയ്യിൽ എത്തിയതിന് ശേഷമേ സമ്പത്തിന്റെ, സ്വർണത്തിന്റെ, വെള്ളിയുടെ, നോട്ടിന്റെ ഒക്കെ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം കച്ചവടത്തിന്റെ സക്കാത്തിന് അത് തികയാനും കാത്തിക്കണ്ട. കച്ചവടം തുടങ്ങി, സക്കാത്ത് കൊടുക്കലും തുടങ്ങി. ഇവന്റെ കച്ചവടക്കടയിൽ ആകെ 25,000 മുതലുള്ളൂ. ഇനി ആയി വന്നിട്ട് വേണം. ഇപ്പൊ തന്നെ കൊടുത്തതാണ്. നിസാബ് തികയുന്നതിന്റെ മുമ്പ്, കൊല്ലം പൂർത്തിയാകുന്നതിന്റെ മുമ്പും കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുത്തു തുടങ്ങാം. സമ്പത്തിന്റെ സക്കാത്ത് നിസാബ് പൂർത്തിയാവണം. എത്രയാണോ കൊടുക്കേണ്ട അളവ്, ആ അളവിന്റെ ഏറ്റവും മിനിമം തോതിൽ എത്തിയതിന് ശേഷം കൊടുക്കാം. 1 വർഷത്തിന് മുമ്പ് കൊടുക്കാം. 2 വർഷത്തെ ഒന്നിച്ചു കൊടുക്കാൻ പറ്റൂല. അഥവാ ഇപ്പൊ ഒരാൾ സക്കാത്ത് കൊടുത്തു, ഇക്കൊല്ലം സ്റ്റോക്ക് എടുപ്പ് നടന്നാൽ ഉണ്ടാകുന്നതും അടുത്ത കൊല്ലത്തെ സ്റ്റോക്ക് എടുപ്പ് നടന്നാൽ ഉണ്ടാകുന്നതും ഇപ്പൊ കൊടുത്തു, അത് പറ്റൂല. 1 കൊല്ലത്ത് ഇങ്ങനെ കൊടുത്തു പോരാ. 3 മാസമായി, ആ കൊല്ലത്ത് കൊടുത്തു പോരാ. സക്കാത്ത് ഇല്ലാത്ത സക്കാത്ത് ഇല്ലാത്ത വല്ല കച്ചവടം ഉണ്ടോന്നാ? കച്ചവടമായി ഉള്ളതിലെല്ലാം സക്കാത്തുണ്ട്. ഇന്നലെ നമ്മളത് ഇല്ലാത്തതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇല്ലാത്തവർ ഒരു ചെറിയ സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിന്റെ ഞാൻ പറയാം, ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ അനന്തരമായി ഭൂമി കിട്ടി. നിങ്ങളുടെ പിതാവിന്റെ അനന്തരമായി ഭൂമി കിട്ടി. അനന്തരമായി കിട്ടിയ ഭൂമി നിങ്ങൾ കച്ചവടത്തിന് വെച്ചു. 10 കഷ്ണമായിട്ട് 10 സെന്റ് 1 ഏക്കർ ഭൂമി നിങ്ങൾ വിറ്റു. ഇവിടെ നിങ്ങൾ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണ്ട. കാരണം നിങ്ങൾ കച്ചവടക്കാരനല്ല. കച്ചവടക്കാരനാകണമെങ്കിൽ വിൽപ്പന ലക്ഷ്യം വെച്ചുകൊണ്ട് പകരം കൊടുത്ത് ഉടമയാക്കിയതാവണം. വിൽപ്പന ലക്ഷ്യം വെച്ചുകൊണ്ട് പകരം കൊടുത്ത് ഉടമയാക്കിയതാവണം. നിങ്ങൾക്ക് അനന്തരമായി കിട്ടിയ മുതല് പകരം കൊടുത്ത് വിൽപ്പന ലക്ഷ്യം വെച്ച് ഉടമയാക്കിയതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അനന്തരമായി കിട്ടിയ 1 ഏക്കർ ഭൂമി നിങ്ങൾ കച്ചവടത്തിന് വെച്ചു. 10 സെന്റ് മുറിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കച്ചവടമല്ലാതെ, അത് നിങ്ങൾക്ക് അനന്തരമായി കിട്ടിയ മുതല് നിങ്ങൾ ക്രയവിക്രയം ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കച്ചവടമാവണമെങ്കിൽ വിൽപ്പന ലക്ഷ്യം വെച്ചുകൊണ്ട് പകരം കൊടുത്തുടമയാക്കിയതാവണം. ഒരാൾ എനിക്ക് വെറുതെ തന്നു ഒരു സാധനം, ആ വെറുതെ തന്ന ഹദിയ തന്ന സാധനം ഞാൻ വിൽപ്പന നടത്തി. ഒരുപാട് ഹദിയ കിട്ടിയ മുതലുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അവിടുന്ന് ഗിഫ്റ്റ് കിട്ടി, ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് കിട്ടി, അവിടെ നിന്ന് ഒരു പാത്രം കിട്ടി, ഇവിടുന്ന് 10 ഗ്ലാസ് കിട്ടി. ഇതെല്ലാം കൂടി ഞാനിങ്ങനെ നോക്കുമ്പോ ഇത് നല്ല മട്ടുണ്ടല്ലോ, ഇതാണ് കച്ചവടം തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. ഇത് കച്ചവടത്തിന്റെ സക്കാത്തില്ല. എന്തേ കാര്യം? നിങ്ങൾ വിൽപ്പന ലക്ഷ്യം വെച്ചുകൊണ്ട് പകരം കൊടുത്തുടമയാക്കിയതല്ല. എന്നാൽ ഇനി ആ കച്ചവടം, ആ ഗ്ലാസും ആ പ്ലേറ്റും ആ ഗിഫ്റ്റും അതൊക്കെ വിൽപ്പന നടത്തി രണ്ടാമത് വീണ്ടും സാധനമാക്കി, അവിടെ മുതൽക്ക് കൊല്ലം തുടങ്ങും. അല്ല, ഈ പൈസ ഒരു കൊല്ലം അതിന്റെ കയ്യിൽ ഇരിക്കാൻ സക്കാത്ത് കൊടുക്കണ്ടേ? ആ, അത് വേണം.
അത് പൈസ എന്ന് പറഞ്ഞത് പൈസയാണ്. അല്ല, ഈ സ്ഥലം വിറ്റിട്ട് ഈ സ്ഥലം അതിനങ്ങനല്ല, ഈ സ്ഥലം വിൽപ്പന നടത്തിയാൽ പണം കയ്യിൽ വരും, അപ്പൊ സക്കാത്തുണ്ട്. ഭൂമിക്ക് സക്കാത്തില്ല, ഭൂമി കച്ചവടത്തിന് കച്ചവടം എന്ന രീതിയിൽ സക്കാത്തുണ്ട്. 10 ഏക്കർ ഭൂമി ഒരാൾക്ക് തരിശായ ഭൂമി ഇങ്ങനെ കിടക്കുന്നുണ്ട്, അനുവൊന്നുമില്ല, സക്കാത്തില്ല. പക്ഷെ അവന് ഹജ്ജും നിർബന്ധമാകും, പിതൃ സക്കാത്തും നിർബന്ധമാകും. ഇപ്പൊ ഭൂമി കഴിച്ചിട്ട് വീട് കഴിച്ചിട്ട് ഒരു 2 സെന്റ് ഭൂമി 3 സെന്റ് ഭൂമി വീട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 സെന്റ് ഭൂമിക്ക് ഇന്ന് 3 ലക്ഷം രൂപ വിലയാണെങ്കിൽ അതിലെ 2 സെന്റ് ഭൂമി വിറ്റിട്ട് ഹജ്ജിന് പോകൽ ഉജൂബാണ്. അഥവാ ഒന്നുകൂടി തിരുത്തി പറഞ്ഞാൽ, ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ, മുതലിന്റെ അനുഭവമായിട്ടല്ല ഹജ്ജും ഫിത്ർ സക്കാത്തും ബന്ധിക്കുന്നത്, മുതലുമായാണ്. സക്കാത്ത് ബന്ധിക്കുന്നത് മുതലുമായല്ല, മുതലിന്റെ ആദായവുമായാണ്, മുതലിന്റെ അനുഭവവുമായാണ്. വിഷയം മനസ്സിലായോ? നേരെ മുതലിനോടാണ് ബന്ധിക്കുകയാണ് ഏത്? ഹജ്ജ്. അപ്പൊ 2 സെന്റ് ഭൂമിയുള്ളവൻ അവന് 2 സെന്റ് ഭൂമി എന്ന സ്വത്തുണ്ട് എന്ന നിലക്ക് ഓന് ഹജ്ജ് നിർബന്ധമാകുന്നു, ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നു. അതേസമയം 2 സെന്റ് ഭൂമിയുള്ളവൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അതിന് 20 ലക്ഷം രൂപ വിലയുണ്ടെങ്കിലും എന്തേ കാര്യം? ഭൂമിക്ക് സക്കാത്തില്ല. അപ്പൊ ആ ഭൂമിയുള്ളവൻ എന്തേ? ഹജ്ജ് ചെയ്യേണ്ടി വന്നു, അതുപോലെ സ്വത്തുണ്ട് എന്ന നിലക്കാണ്. ഇനി അത് വിറ്റു, 20 ലക്ഷം രൂപ ഒരു വർഷം സ്വരൂപിച്ചു, പാത്തുവെച്ചു, എന്നാൽ 50,000 സക്കാത്ത് കൊടുക്കണം. 20 ലക്ഷത്തിന്റെ 2.5%. സദക്ക സദക്ക കൊടുക്കുന്നതിന് കണക്കുണ്ടോന്ന് ചോദിച്ചാൽ, തന്റെ ആശ്രിതരും തന്റെ മക്കളും യാചകരാകുന്ന ഒരു രീതിയിൽ സദക്ക കൊടുക്കരുത് എന്നാണ്. തന്റെ ബാക്കിയുള്ളവര് തനിക്ക് ശേഷം യാചിക്കേണ്ട ഒരവസ്ഥ വരും, അവരൊക്കെ ഫക്കീറായി പോവും. അങ്ങനത്തെ ഒരവസ്ഥയിൽ സദക്ക കൊടുക്കരുത്. മോന്റെ കുടുംബത്തിന്റെ ത്രാണിത്വം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സദക്കയെ ഇസ്ലാം ആവശ്യപ്പെടുന്നു. കൊടുത്താ സദക്കയാകായല്ല, അതിന്റെ രീതി പറയുന്നത് അങ്ങനെയാണ്. മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലം യുസ്രിഫു വലം യഖ്തു, അവരിൽ അമിതവുമില്ല ടൈറ്റാക്കലുമില്ല. ഇത് മുഅ്മിനിന്റെ വിശേഷണം. വകാന ബൈന ദാലിക ഖവാമാ, അത് രണ്ടിന്റെയും ഇടയിൽ ഒരു മിതത്വം പാലിക്കുന്ന ആളാണ്. അമിതമാക്കലില്ല, എന്നാ വലം യഖ്തുഹു, ചെലവാക്കണ്ടോടത്ത് കുടുസാക്കലില്ല. വകാന ബൈന ദാലിക ഖവാമാ, മുഅ്മിനിന്റെ വിശേഷണമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. ഇത് സദഖയിൽ വരുന്നൊരു ഇനമാണ്. ഈ കള്ളന്മാർക്ക് സക്കാത്ത് നിർബന്ധം. കള്ളന്മാർ ഈ ഗൾഫിൽ നിന്നൊക്കെ പൈസ മുക്കിക്കാണ്ട് അറബികളൊക്കെ മുക്കിക്കാണ്ട് നാട്ടിൽ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ അല്ലെ ഇവിടെ കള്ളം, ഇവിടെ പല മുതലും കെട്ടിക്കാണ്ട് സംബന്ധമായ ആൾക്കാര്, അഥവാ ഓലെ മുതല് മുഴുവൻ കളവ് ചെയ്ത മുതലാണ്, അങ്ങനത്തെ ആണെന്ന് തോന്നിപ്പെട്ടിട്ടുണ്ട്. ചില വാങ്ങാൻ പാടുണ്ടോ, അത് അടിക്ക് സോക്സിന്റെ അടിയിൽ കൂടെ ചാടി റിയാലുകളാണ്, അങ്ങനെ. അത് കളവ് ചെയ്ത മുതലാണ്. കളവ് ചെയ്ത മുതല് അവന്റേതല്ല, പിടിച്ചു പറിച്ച മുതലും അവന്റേതല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, അത് ആ ആളിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് സക്കാത്ത് കൊടുത്ത് കണ്ട ആളാകേണ്ടതല്ല. നമ്മളെ മുതല് നമ്മളെ കയ്യിലുണ്ടാവുമ്പോഴാണ് സക്കാത്ത്. വേറൊരുത്തന്റെ മുതല് കളവ് ചെയ്തതോ അവന്റെ മുതല് പിടിച്ചു പറിച്ചതോ അതിന് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ അത് വല്ലാത്തൊരു സംഗതി. അങ്ങനല്ല, നമ്മളുടേതല്ല ആ മുതല് എന്നതാണ് അതിൽ സക്കാത്ത് ഇല്ലാതിരിക്കാൻ. അതേ സമയത്ത് ഇന്നലെ നിങ്ങൾ ചോദിച്ച ലോട്ടറി അടിച്ചു 2 ലക്ഷം രൂപ കിട്ടി, അല്ലെങ്കിൽ ലോൺ എടുത്ത് കച്ചവടം ചെയ്തു, അതിൽ നിന്ന് അങ്ങനെ കച്ചവടക്കാരനായി, അതിൽ സക്കാത്ത് നിർബന്ധമാകുന്നത് അത് അവൻ്റെതു തന്നെയാണ്. പക്ഷെ അവന്റെ കയ്യിലേക്ക് അത് വന്നത് വടക്കായ രീതിയിലാണ്, കളവ് ചെയ്ത മാതിരിയല്ല. അതുകൊണ്ട് കബീഹായ, വടക്കായ, മോശമായ രീതിയിൽ അവനിലേക്ക് വന്ന അവൻ്റെതായ സ്വത്തിൽ ഏതുണ്ട്? സക്കാത്ത്. അല്ല, ഇപ്പൊ ഈ കളവ് പോലെ ഇതിമ സമ്പാദിച്ചിട്ടുണ്ട്, അവൻ സ്വന്തമായിട്ട് 1 ലക്ഷം രൂപ കട്ടിട്ടുണ്ട്. അവനോട് വഴത് വേറെയാണ് പറയേണ്ടത്. മോനെ, ആ കാശ് തിരിച്ചു കൊടുക്കേ, 40-1 സാധുക്കൾക്ക് കൊടുക്കേ എന്നല്ല പറയേണ്ടത്. അവനോട് ആ 40 കൊടുക്കേ എന്നാ പറയേണ്ടത്.
ഓനോട് ടൈറ്റാണ് വിഷയം. നമ്മൾ സക്കാത്തിന്റെ വഴുത് പറയുമ്പോ ഓനോട് 2.5% കൊടുക്കേന്നാ പറയണത് അവകാശികൾക്ക്. ഓനോട് പറയണത് ഇതിന്റെ അവകാശി ഉണ്ടല്ലോ, ഇത് കട്ടെടുത്തോണ്ടാണ്, ഓന് മുഴുവൻ കൊടുക്കേന്നാണ്. ഇങ്ങനത്തെ അവിടെ നിങ്ങൾക്ക് ചോദ്യം? ഒരാൾക്ക് കടം അത്യാവശ്യമുണ്ട്, രക്കാത്തു അയാൾക്ക് പണമുണ്ട്, രക്കാത്തിന് കൊടുക്കേണ്ട പണമുണ്ട്, അയാൾക്ക് എങ്ങനെ രക്കാത്ത് കൊടുക്കല് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് 1,00,000 ഉണ്ട്. ആ 1,00,000 2,500 കൊല്ലം തേങ്ങ 2,500 രക്കാത്ത് കൊടുക്കണം. പക്ഷെ അതിന് 1,00,000 കടമുണ്ട് അയാൾക്ക്. ആ കടം കൊടുക്കൽ അത് അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാത്ത കടങ്ങളായിരിക്കാം. കൊടുക്കൽ എങ്ങനെയായിരിക്കും? കടം സക്കാത്തിന് തടസ്സമല്ല. കടമുള്ളവൻ സക്കാത്ത് നൽകണം എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. നമ്മുടെ നാട്ടില് സക്കാത്തിന്റെ മിസ്കിന്മാരുടെ പരിധി പറഞ്ഞല്ലോ. മിസ്കിന്മാരുടെ പരിധി എന്ന് പറഞ്ഞതില് അവന്റെ ആശ്രിതർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മാത്രമേ പെടുള്ളൂ, അതോ ഭവനം, ചികിത്സ, പിന്നെ അതുമാതിരിയുള്ള കല്യാണം, ഇങ്ങനെയുള്ള വിഷയങ്ങളായി പെടുള്ളൂ? ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾ മാത്രമേ മിസ്കിനാനുള്ള മാനദണ്ഡം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോ അവന്റെ ജീവിതാവശ്യത്തിന്റെ പളപളപ്പിന്റെ അല്ല, അവന്റെ മീഡിയൻ ജീവിതാവശ്യത്തിന്റെ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും അവൻ്റെതായ കുടുംബ മഹിമക്കനുസരിച്ചും കുടുംബ കുലീനതക്കനുസരിച്ചും വ്യക്തി പ്രഭാവത്തിനനുസരിച്ചും ഓരോരുത്തർക്കും ഓരോ ജീവിത സിലബസ് ഉണ്ട്, ഓരോ ജീവിത ശൈലിയും ചിട്ടയും അതിന് ചില കണക്കുകളുമുണ്ട്. അത് നമ്മൾക്ക് തന്നെ നമ്മളെ നാട്ടിൽ ഇന്നാള് എന്ത് വീട് കയറ്റണം എന്ന് നമ്മളോട് ചോദിച്ചാൽ മതി, നമ്മൾ പ്ലാൻ വരച്ചു കൊടുക്കും. നമ്മളെ നാട്ടിലുള്ള ഇന്നാള് എന്ത് വണ്ടി പോകണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാന്. അഥവാ എല്ലാവർക്കും ഇന്ന കുടുംബത്തിലെ ഇന്ന വ്യക്തി ഇങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന ഒരു പൾസ് എല്ലാവരുടെ ഉണ്ട്. ആ കണക്കിന് ആവശ്യമായ ഓൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഓനെ തികയുന്നില്ലെങ്കിൽ അവൻ മിസ്കീനാണ്. അതിൽ ട്രീറ്റ്മെന്റ് പെടും, ചികിത്സ പെടും, കുട്ടികളുടെ വിദ്യാഭ്യാസം പെടും, അവന്റെ വീട് പെടും. ഇതൊക്കെ ആ ഗണത്തിൽ പെടുന്നതാണ്. ഇതൊന്നും മിസ്കീനാകുന്നതിന് തടസ്സമല്ല. ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ളതല്ലേ. നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മൾക്കും നമ്മുടെ മക്കൾക്കും ട്രീറ്റ്മെന്റ് ചെയ്യണം, ചികിത്സിക്കണം, നമ്മൾക്ക് ഭക്ഷണം വേണം, നമ്മൾക്ക് നമ്മുടേതായ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തണം. വിരുന്ന് സൽക്കാരങ്ങളൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. വിരുന്ന് സൽക്കാരത്തിന് വേണ്ടി കടം വാങ്ങിയവൻ മുതലാളിയാണെങ്കിലും അതിനുവേണ്ടി വാങ്ങിയത് കടമായിട്ട് വാങ്ങിയതാണെങ്കിൽ അക്കടം വീട്ടാൻ വേണ്ടിയിട്ട് സക്കാത്ത് കൊടുക്കാന്ന. കാരണം അത് അവന്റെ മാന്യത കീപ്പ് ചെയ്തത്. അവൻ വിരുന്നുകാരൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ അവരെ സന്തോഷിപ്പിച്ച് വിടുക എന്നത് അവന്റെ ഒരു മാന്യതയാണ്. ആ മാന്യത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ചെലവഴിച്ചത് കടമായിട്ട് വാങ്ങിയത്. ആ കടം വാങ്ങി വിരുന്നു സൽക്കരിച്ച വ്യക്തി അവൻ മുതലാളിയാണെങ്കിൽ പോലും ഈ പൈസ അവന് കടമാണെങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാമെന്ന. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മാന്യതക്ക് എന്നും മാന്യതക്ക് മുൻതൂക്കം നൽകിയ മതമാണ് ഇസ്ലാം. വമൻ ഖുതില ദൂന ഇർളിഹി ഫഹുവ ഷഹീദ്. ഒരുത്തന്റെ അഭിമാന സംരക്ഷണത്തിന്റെ അവസരത്തിൽ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി അടരാടി അവന്റെ ഭാര്യയെ ഒരാൾ പിടിച്ചു വലിച്ചു യാത്ര ചെയ്തു പോകുമ്പോൾ, ആ ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മാനഭംഗപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ച ആ അക്രമിയിൽ നിന്ന് തന്റെ ഭാര്യയുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി, അഭിമാന സംരക്ഷണത്തിന് വേണ്ടി അവനുമായി മൽപ്പിടുത്തം നടത്തി. അതിൽ ഈ ഭർത്താവ് മരണപ്പെട്ടാൽ അവൻ ആഖിറത്തിൽ ഷഹീദാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അഭിമാന സംരക്ഷണത്തിന് വേണ്ടി കൊല ചെയ്യപ്പെട്ടു പോയാൽ അവൻ ഉഖവിയായ ഷഹീദാണ്. ഞാൻ എല്ലാ ടൈമിലും ഞാൻ വെള്ള ഡ്രസ്സ് മാത്രമാണ് എടുക്കാറ്. ഞാൻ വെള്ള ഡ്രസ്സല്ലാത്തൊന്നും എടുക്കാറില്ല. അതാണ് എൻ്റെ ശൈലി. വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ നോക്കുമ്പോൾ നനഞ്ഞ് കുതിർന്നിരിക്കുന്നു. പുള്ളിത്തുണിയുണ്ട്, കള്ളിത്തുണിയുണ്ട്, കള്ളിക്കുപ്പായമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ എനിക്ക് വെള്ള ഡ്രസ്സില്ല. ശരീഅത്ത് എന്ത് പറഞ്ഞറിയോ? മാനം കടണ്ടടാ, ഇത് ജുമാക്ക് പോണ്ട. എന്തേ കാര്യം? ഞാൻ എന്നും ഇടുന്ന വെള്ള ഡ്രസ്സ്, ആ വെള്ള ഡ്രസ്സില്ലാതെ ഞാൻ കള്ളിത്തുണി എടുത്തുകൊണ്ട് പോയാൽ അതെന്റെ അഭിമാനത്തിന് ക്ഷതമാണോ? ഇസ്ലാം ചിന്തിച്ചു. ഇസ്ലാം പറഞ്ഞു ജുമാക്ക് പോണ്ട. എന്താ നിങ്ങൾ വിചാരിച്ച ഇസ്ലാമിനെ പറ്റി? കറൻസിക്ക് സക്കാത്ത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ.
അപ്പൊ ഈ കറൻസിക്ക് റിസർവ് ബാങ്ക് ഇതിനെ സ്വർണ്ണാണല്ലോ വാങ്ങി വെക്കുന്നത്. അപ്പൊ സ്വർണത്തിന് ആധാരമാക്കിയിട്ടല്ലേ കൊടുക്കേണ്ടേ, വെള്ളിക്ക് ആധാരമാക്കി? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. വെള്ളിയെ ആധാരമാക്കി സക്കാത്ത് കറൻസിയെ കണക്കാക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ നാണയമായി നടന്നത് വെള്ളിയാണ്. വിക്ടോറിയ രാജ്ഞിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന വെള്ളി നാണയത്തിന്റെ വിനിമയം 52.25 അരക്കാല് വെള്ളിയാണ്. മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നതും വെള്ളി നാണയമാണ്. അതുകൊണ്ട് വെള്ളിയെ പരിഗണിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, വെള്ളിയും സ്വർണവും പരിഗണിക്കുന്നു സക്കാത്തിൽ, കറൻസിയിൽ രണ്ടിനെയും പരിഗണിക്കാം. പക്ഷേ സൂക്ഷ്മത വെള്ളി പരിഗണിക്കലാണ്. വെള്ളി പരിഗണിച്ചപ്പോഴാണ് 32,011 രൂപ 595 ഗ്രാം വെള്ളിയുടെ വില, നമ്മൾ മദ്രസിൽ നിന്ന് പഠിച്ച 200 ദിർഹമിന്റെ വില, അഥവാ വിക്ടോറിയ രാജ്ഞിയുടെ കാലഘട്ടത്തിലുള്ള വെള്ളി നാണയത്തിന്റെ 52.25 രൂപ, ആ രൂപക്കുള്ള വിലയായ ഇന്നത്തെ വിലയായ 32,011 രൂപ ഉണ്ടായാൽ തന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് വന്നു. അതേസമയം അവിടെ സ്വർണം പരിഗണിച്ചിരുന്നുവെങ്കിൽ 85 ഗ്രാം സ്വർണം ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇന്നത്തെ വില അനുസരിച്ച് ഏകദേശം 2.5 ലക്ഷം രൂപയിലധികം 85 ഗ്രാം സ്വർണത്തിന് വരും. അങ്ങനെ വരുമ്പോൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള 2.5 ലക്ഷം രൂപയുണ്ടായാലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്ന് വരും. അപ്പോൾ സക്കാത്തിന്റെ സൂക്ഷ്മതയിലും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വിനിമയം ചെയ്ത നാണയം എന്ന നിലക്കും വെള്ളിയെയാണ് കറൻസിയുമായി തുലനം ചെയ്യുന്നത്. സക്കാത്ത് വാങ്ങൽ ഹറാമായ ആൾക്കാരുണ്ട്. സക്കാത്ത് വാങ്ങൽ ഹറാമായവർ സക്കാത്തിന്റെ അവകാശികളല്ലാത്തവർ. 8 അവകാശികൾ സക്കാത്തിന്റെ അവകാശികളാണ്. അവരല്ലാത്തവരെല്ലാം സക്കാത്തിന്റെ അവകാശികളല്ല. അവർക്ക് സക്കാത്ത് വാങ്ങൽ ഹറാമാണ്. അപ്പോൾ ഒരാളെ കയ്യിൽ സക്കാത്തിന്റെ പൈസ കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ അതിന് അവകാശിയല്ലെങ്കിൽ തരുന്ന ആളോട് പറയണം, ഇത് സക്കാത്ത, എന്നാൽ ഞാൻ അതിന് അവകാശിയല്ല. കൊടുക്കുന്ന ആള് അതിന്റെ അയാളെ അവസ്ഥ നോക്കിയിട്ട് അയാളെ സംബന്ധിച്ച് പഠിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അവകാശികളുടെ കൈകളിലേക്ക് തന്നെ അത് നീങ്ങണം എന്നത് അയാൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന അവസരത്തിൽ ഓന്റെ ചെലവ് കൊടുക്കുന്ന ആൾക്കാരും ഫിത്ർ സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പൊ ഈ ചെലവ് കൊടുക്കുന്ന ആൾക്കാർക്ക് വല്ല ഓർഡർ ക്രമമുണ്ടോ? ഇപ്പൊ എന്താണ്, ഓന്റെ ഭാര്യനേക്കാളും ഓന്റെ മാതാപിതാക്കളെ മുന്തിക്കണോ, അല്ലെങ്കിൽ ഭാര്യനാണ് ആദ്യം കൊടുക്കേണ്ടത്? അഥവാ അയാൾ ചോദിക്കുന്ന ചോദ്യം, എന്റെ ആശ്രിതരായി പലരുമുണ്ട്, എന്റെ ഭാര്യ എന്റെ ആശ്രിതയാണ്, എന്റെ മക്കൾ എന്റെ ആശ്രിതരാണ്, കഴിവില്ലാത്ത പിതാവ് എന്റെ ആശ്രിതരാണ്, കഴിവില്ലാത്ത മാതാവ് എന്റെ ആശ്രിതയാണ്. ഇവരിൽ നിന്ന് ഞാൻ സക്കാത്ത് കൊടുക്കുന്നതിൽ എല്ലാരും കൂടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ എനിക്ക് തികയില്ല. എന്നാൽ ആരുടെ ഫിത്ർ സക്കാത്താണ് കൊടുക്കേണ്ടത് എന്നാണ്. ആദ്യം സ്വന്തത്തിൻ്റെത് കൊടുക്കുക. ഓ അംഫുസക്കും ഇബ്ദഊ, നിങ്ങൾ തുടങ്ങേണ്ടത് നിങ്ങളെ ശരീരം കൊണ്ടാണ്. രണ്ടാമത് അവന്റെ ഭാര്യയുടേത് കൊടുക്കുക. മൂന്നാമത് ഇഞ്ഞുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെറിയ മക്കളുടേത് കൊടുക്കുക, പ്രായപൂർത്തിയാകാത്ത മക്കളുടേത്. നാലാമത് പിതാവിൻ്റെത് കൊടുക്കുക. അഞ്ചാമത് ഉമ്മയുടേത് കൊടുക്കുക. ആറാമത് വലിയ മക്കളുടേത് കൊടുക്കുക. തർത്തീബ് ഒന്നുകൂടി ശ്രദ്ധിച്ചോളി. ഫസ്റ്റ് സ്വന്തം ശരീരം, ഒരാൾക്കും കൂടിയും കൊടുക്കാണ്ട്, എന്നാൽ അത് ഭാര്യൻ്റെത് കൊടുക്കുക. ഇല്ല, രണ്ടാൾക്കും കൂടി കൊടുക്കാണ്ട്, അപ്പൊ ചെറിയ 2 മക്കളുണ്ട്, വലുത് കൊടുക്കുക. ഇല്ല, ഒരാൾതും കൂടി ഉണ്ട്, എന്നാൽ അത് വാപ്പാൻ്റെ കൊടുക്കുക. ഒരാൾതും കൂടി ഉണ്ട്, എന്നാൽ അത് ഉമ്മാൻ്റെത് കൊടുക്കുക. കുറച്ചും കൂടി ഉണ്ടോ, വലിയ മക്കളത് കൊടുക്കുക. അപ്പൊ വലിയ മക്കളെ സക്കാത്ത് നമുക്ക് കൊടുക്കൽ നിർബന്ധാവോ എന്ന് വീണ്ടും ചോദ്യം. ആ വലിയ മക്കള് എന്ന് പറഞ്ഞത് അവർക്ക് സ്വയമായി തൊഴിലില്ല,
അംഗവൈകല്യമൊക്കെ ഉള്ള പ്രായപൂർത്തിയായ വലിയ മക്കളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ തൊഴിലില്ലാത്ത, അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ വലിയ മക്കളുടെ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. മുൻകാലങ്ങളിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയത് പിന്നീട് കൊടുത്തു വിട്ടാൻ പറ്റുമോ? ഓ, സക്കാത്ത് ഖളാ വീട്ടാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. സക്കാത്ത് ഖളാ വീട്ടാൻ പറ്റുമോന്നോ? അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ ഖളാ വീട്ടാൻ പറ്റിയതാണ്. ഖളാ വീട്ടൽ നിർബന്ധമാണ്. എത്ര നമ്മളൊരു ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ വീട്ടുമ്പോഴേ നമ്മളെ പെരടി ഇങ്ങോട്ട് ഒഴിവാവുള്ളൂ. അപ്പൊ മുൻകാലങ്ങളിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുക്കന്നെ വീട്ടന്നെ. അപ്പൊ ഇപ്പോൾ അതൊരു നല്ല ചോദ്യ. ഫിത്ർ സക്കാത്ത് സാർവത്രികമായി അത് കൊടുക്കൽ തുടങ്ങിയത് ഈ ബോധ്യപ്പെടുത്തൽ കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ്. ഈ ക്ലാസും പരിപാടി മുമ്പ് കാലങ്ങളിൽ എന്ന് പറഞ്ഞാല്, ഒന്ന് ഇത്ര കണ്ണ സാമ്പത്തികമായി അഭിവൃദ്ധിയില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത്ര വിശാലമായി ഇത് പഠിക്കാനുള്ള. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ വനിതാ ക്ലാസ്സിൽ ആയിരക്കണക്കായ സഹോദരിമാരാ വരുന്നത്. എന്നോട് തന്നെ ഈ ഭാഗത്തുള്ള എൻ്റെ പെരുമ്പറമ്പ് ആ ഭാഗത്തുള്ള ഒരു പെണ്ണ് വന്നിട്ട് മസല ചോദിച്ചപ്പോ ആ പെണ്ണിന് 45 കൊല്ലത്തെ നോമ്പിന്റെ മുദ്ദ് കൊടുക്കാണ്ട്. 45 കൊല്ലത്തെ മുദ്ദ്. ഉസ്താദെ, ആ മുദ്ദൊന്ന് കണക്കൂട്ടി തരണം എന്ന് എന്നോട് പറഞ്ഞു. ലോഡ് കണക്കിന് അരി, ചാക്ക് കണക്കിന് അരി, 37 മൂപ്പരെ കയ്യമ്മലെ വളവെട്ടി വിറ്റിട്ട് ആ സക്കാത്ത് കൊടുത്തു. ഇപ്പൊ മോമിനീങ്ങൾ ഇത് കേട്ടാൽ പേടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഓലത് ചെയ്യണുണ്ട്. ഈ പാവപ്പെട്ട തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ, പാടില്ലേ? തങ്ങന്മാർക്ക് ഇന്നമാ ഹിയ ഔസാഖുൻ നാസി ഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലിഹി ഇന്ന ഹാദിഹി സദഖാത്ത് ഇന്നമാ ഹിയ ഔസാഖുൻ നാസി ഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലിഹി. ഇത് ജനങ്ങളുടെ സമ്പത്തിന്റെ ചേറുകളാണ്, സമ്പത്തിന്റെ അഴുക്കുകളാണ്. ഈ അഴുക്കുകളൊന്നും മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും പറ്റൂല. ഷഫീഉനാ റസൂലുള്ളാഹി. പക്ഷേ അവർക്ക് നമ്മൾ ഹദിയ കൊടുക്കണം. സദഖ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത്ര വാങ്ങുന്നവൻ അത്ര കേമനല്ല, ഹദിയ വാങ്ങുന്നവൻ കേമനാണ്. ഹദിയ എന്നത് ആദരിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റാണ്. സയ്യിദന്മാർക്ക്, തങ്ങന്മാർക്ക്, സാധുക്കളായ സയ്യിദന്മാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആദരിച്ച് ഗിഫ്റ്റ് നൽകണം. കാരണം ഈ സയ്യിദന്മാരെ ആദരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ സയ്യിദന്മാരെ ആദരിച്ചുകൊണ്ട് കൊടുത്തിരുന്ന യുദ്ധം നടന്നിരുന്ന, വിശുദ്ധ യുദ്ധം നടന്നിരുന്ന കാലഘട്ടത്തിൽ വനീമത്ത് മുതലിന്റെ 5 ഹുമുസുൽ ഹുമുസ്, വനീമത്ത് മുതലിനെ 5 ഭാഗമാക്കി, അതിനെ 5 ഭാഗമാക്കിയിട്ട് അതിൽ ഒരു ഭാഗം ആർക്കുള്ളതാണ്? ഹുമുസുൽ ഹുമുസ്. അത് അഹ്ലു ബൈത്തിനുള്ളതാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിനുള്ളതാ. ഈ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത മുതലാ. അതൊരു ആദരവുള്ള സ്വത്താണ്. ആദരവുള്ള സ്വത്ത് ആദരവോട് അവർക്ക് നൽകി. അതേസമയം അവർക്ക് സക്കാത്ത് റസൂലുള്ളാഹ് അവർക്ക് ഹലാലല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാലഘട്ടത്തിൽ അവർക്ക് സക്കാത്ത് ഇല്ല, വിശുദ്ധ യുദ്ധമില്ലാത്തത് കൊണ്ട് അവർക്ക് യുദ്ധത്തിന്റെ വിഹിതവും ഇല്ല. ഇനി നമ്മൾ നമ്മുടെ നാട്ടിലുള്ള സാദാത്യങ്ങളെ രക്ഷപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ മാന്യതക്ക് കോട്ടം തട്ടാതെ നമ്മൾക്ക് നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താൻ അവരെ ആദരിച്ച് ഹദിയയായി നൽകുക, സക്കാത്തിൽ നിന്ന് നൽകാതിരിക്കുക. അവരുടെ കൈകളിലേക്ക് നൽകുന്നത് ഹദിയയാണെന്ന നിയ്യത്തോടു കൂടെ നൽകുക. അപ്പോൾ നമ്മൾക്ക് സദഖ ചെയ്ത കൂലി കിട്ടി, അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിനെ ആദരിച്ച പുണ്യം കിട്ടി. അത് നമ്മുടെ ഈമാനിന് തിളക്കം വർദ്ധിപ്പിക്കും. സക്കാത്ത് കൊടുത്താൽ അത് സക്കാത്തിന്റെ പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലേ? ഇല്ല. അപ്പൊ വേറെ തന്നെ കൊടുക്കണം. ഈ സക്കാത്ത് അമുസ്ലിമായ ആളുകൾക്ക് കൊടുക്കാൻ ഇല്ല.
മുസ്ലിമായി പുതുവിശ്വാസിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾക്ക് കൊടുക്കുക. അപ്പൊ മറ്റോലിങ്ങനെ നോക്കിക്കാണും, കണ്ടോ ഓൻ ചെന്നപ്പോ ഓന് നല്ലോണം കിട്ടി, ഓനെ മുസ്ലിങ്ങൾ നല്ലോണം പരിഗണിച്ചു, ഇപ്പോ നല്ല മട്ടത്തിൽ നടക്കുക, ജീവിക്കുക. നമ്മളെ ഈ കൂട്ടത്തിക്ക് വന്ന ആള് കുലീന തറവാട്ടുകാരനാണ്, നാട്ടിലെ കാരണോല, അവനാ ഇസ്ലാമിലേക്ക് വന്ന എന്നവന് വാരിക്കോരി കൊടുക്കാം. അതെന്ത്? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 150 ബെൻസാ കൊടുത്തത്. അന്നത്തെ ഒട്ടകം 150, ഇന്നത്തെ 150 ബെൻസ്, അന്നത്തെ 150 ഒട്ടകങ്ങൾ കൊടുത്തു. കാരണം അബൂ സുഫിയാൻ നാട്ടിലെ കാരണോല ഇസ്ലാമിലേക്ക് വന്നിട്ട് ആദരിച്ചോലോ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും ആകർഷണം വരും. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അതാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്, ഹൃദയത്തെ മെരുക്കിയെടുക്കേണ്ടവർ, ഹൃദയത്തെ ഇണക്കിയെടുക്കേണ്ടവർ അവരാണ്. എന്നല്ലാതെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെ കാഫിരീങ്ങൾക്ക് സക്കാത്ത് ഇല്ല. ഇതൊരു ഇബാദത്താണ്. അതുമായി ബന്ധപ്പെടുന്നവർ മുസ്ലിങ്ങൾ തന്നെയായിരിക്കണം. അതിന്റെ ദാതാവും അതിന്റെ സ്വീകർത്താവും എല്ലാം ആരായിരിക്കണം? മുസ്ലിങ്ങൾ തന്നെയായിരിക്കണം. പാവപ്പെട്ട അയൽവാസികളായ മുസ്ലിങ്ങൾക്ക് സ്വതക്ക കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പുണ്യം കിട്ടും. സദഖ കൊടുക്കാം. അയ്യോ, അതൊരു ചോദ്യ. ഇന്ന ലികുല്ലി കബ്ദിൻ ഗത്ബത്തിൻ സദഖ ശഫീഉനാ റസൂലുള്ളാഹി. പച്ചക്കരളുള്ള ആർക്ക് സദഖ ചെയ്താലും കൂലി കിട്ടും. കോഴിയാവട്ടെ ആടാവട്ടെ എന്നാ പിന്നെ അതേ പ്രകാരം തന്നെ നിസ്കാരം കൊല്ലൽ അനുവദനീയമല്ലാത്ത രക്തത്തിന് വിലയുള്ള ആർക്ക് കൊടുത്താൽ, രക്തത്തിന് വിലയില്ലാത്ത ആളുകൾക്ക് കൊടുക്കരുത്. 1 നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, 2 വിവാഹം ചെയ്തിട്ടും വ്യഭിചരിച്ചവൻ, 3 മുർത്തദ്, ഇങ്ങനെ തുടങ്ങി രക്തത്തിന് വിലയില്ലാത്തവരിലേക്ക് നമ്മുടെ സദഖ ഒഴുകണ്ട. കാരണം അവർ ഏതായാലും ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല, അവര് മരിച്ചു പോകേണ്ടവരാ, ആരുടെയോ ഔദാര്യത്തിന് ജീവിച്ചു പോവുകയാണ്. ഇസ്ലാമിക ഭരണമായിരുന്നെങ്കിൽ ഇന്ന് ളുഹർ നിസ്കരിക്കാത്തവൻ മഗ്രിബിന്റെ സമയമായിട്ടും ളുഹറും അസുറും നിസ്കരിച്ചില്ലെങ്കിൽ മഗ്രിബിന് ശേഷം ഇവിടെ ഗ്രാൻഡ് മസ്ജിദിന്റെ മുമ്പിൽ ഒരു കൊല നടക്കും. അതേതാ? ഇന്ന് ളുഹർ നിസ്കരിക്കാത്തവൻ അസറിന്റെ സമയം കഴിയാനായിട്ടും നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവനോട് ആവശ്യപ്പെടണോ നിസ്കരിക്കേ എന്ന് അവനോട് ആവശ്യപ്പെടണോ വേണ്ടേ എന്ന് പണ്ഡിത ലോകത്തെ അഭിപ്രായ വ്യത്യാസമാണ്. അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ കൊല ചെയ്യണം. അപ്പോൾ അവൻ ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടവനാണ്. വിവാഹം ചെയ്തിട്ടും വ്യഭിചരിച്ചവൻ ഈ ലോകത്തിൽ നിന്ന് എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവനാണ്. മുർത്തദ്ദായ ആളെയും കൊല്ലപ്പെടേണ്ടവനാണ്. അവരുടെ രക്തത്തിന് വിലയില്ല. രക്തത്തിന് വിലയുള്ളവർക്കൊക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഇടയിൽ വളരെ മമതയിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഇവിടുത്തെ തീയന്മാരും നായന്മാരും നമ്മുടെ അയൽക്കാരായ ചക്കിയും വള്ളിക്കുട്ടിയും അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് സദഖയുടെ പുണ്യമുണ്ട്. ഇന്നലി കുല്ലി കബിദിൻ റത്ബത്തിൻ സദഖ. എല്ലാ പച്ചക്കരളുള്ളതിനും സദഖയുടെ പുണ്യമുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി. അവിടെ മതത്തിന്റെയോ ജാതിയുടെയോ വ്യത്യാസമില്ല. മുസ്ലിങ്ങളോട് ശത്രുതയുള്ളവരും ആകരുത്. ഹർബിയായ കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് ശത്രുതയുള്ള ഹറാബത്തുള്ള കാഫിരീങ്ങൾ. കെട്ടിച്ചയച്ച മകൾക്ക് സക്കാത്ത് പിതാവ് കൊടുക്കേണ്ടതുണ്ടോ? കെട്ടിച്ചയച്ച മകളുടെ സക്കാത്ത് നൽകേണ്ടത് ഭർത്താവ്. ഭർത്താവിന് കഴിവില്ലെങ്കിൽ ഇനി ആരും ആ സക്കാത്ത് കൊടുക്കണ്ട. ഈ ഭാര്യ മുതലാളിച്ചിയാണ്, എന്നാൽ പോലും ഭാര്യക്ക് കൊടുക്കണ്ട. അവിടെ അമ്മോശനെ ഈ പെണ്ണിന്റെ പിതാവ് കൊടുക്കണ്ടെന്ന് മാത്രമല്ല, ഈ പെണ്ണിന് തന്നെ സാധിക്കുമെങ്കിലും കൊടുക്കണ്ട. കാരണം പെണ്ണ് ആശ്രിതയാണ്. ആശ്രിതരുടെ സക്കാത്ത് ആരാണോ അവന്റെ ആശ്രിതൻ അവരാണ് നൽകേണ്ടത്. സ്വയം ഇത് കൊടുക്കാൻ പെണ്ണിന് തന്നെ പ്രാപ്തിയും കഴിവും ഉണ്ടെങ്കിൽ പോലും ആ ഫിത്ർ സക്കാത്ത് ഭാര്യ നൽകേണ്ടതില്ല. ഭാര്യക്ക് കഴിവുണ്ടെങ്കിൽ ആര് സക്കാത്ത് കൊടുക്കുക? ഭാര്യ ആർക്ക്? ഭർത്താവിന് അല്ലേ? ഭാര്യന്റെ സക്കാത്ത് ഭർത്താവിന് കൊടുക്കാവോ എന്നില്ലേ? അങ്ങനെയാണോ ചോദ്യം? ഞാൻ പറയാം.
ഒരു പെണ്ണിന് മറ്റൊരാളുടെ ഭാര്യയായിട്ട് നിൽക്കുന്ന പെണ്ണിന് സക്കാത്ത് സ്വീകരിക്കാവോ? അമത്തിയുണ്ട്, അവൾ കൊടുക്കണം. അവൾ ആരുടെയും ആശ്രിതയല്ല, അവൾ കൊടുക്കണം. അവൾ ആശ്രിതയാകും ഇനി എപ്പോൾ അവൾ കഴിവില്ലാത്തവളാണെങ്കിൽ ഓളെ പിതാവിന്റെ ആശ്രിതയാവും. കഴിവുള്ളവൾ അവളോടുകൂടി ഓള് താണിത്തമുള്ളവളായി സ്വതന്ത്രയായി, അപ്പോൾ ഓളെ സക്കാത്ത് ഓള് കൊടുക്കണം. നേരത്തെ ഭർത്താവിന്റെ കീഴിൽ ജീവിച്ചു എന്നതുകൊണ്ടാണ് കൊടുക്കേണ്ടി വരാനിരുന്നത്. ഭർത്താവിന്റെ ആശ്രിതയാണ് അവൾ, അപ്പോൾ ഭർത്താവാണ് നൽകേണ്ടത്. വിധവയായ പെണ്ണാണ്, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട പെണ്ണാണ്, സ്വമേധയാ സ്വന്തമായി കഴിവുണ്ട്, എന്ന് അവൾ കൊടുക്കണം, ഓളെ സക്കാത്ത് ഓള് കൊടുക്കണം. ഞാൻ പറഞ്ഞത് അതിലേറെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. അങ്ങനെ വെച്ചാല് പിന്നെ നിങ്ങളെ കീഴിൽ അള്ളാഹു തആല നമ്മൾക്കൊക്കെ സമ്പത്ത് വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെ കീഴിൽ ജീവിക്കുന്ന നിങ്ങളുടെ ഭാര്യക്ക് സക്കാത്ത് തരാമോ? എന്റെ സക്കാത്ത് ഭാര്യക്ക് തരാം. അത് പറ്റും എപ്പോൾ? നിങ്ങൾ കൊടുക്കുന്നത് ഭാര്യക്ക് തികയുന്നില്ലെങ്കിൽ. മറ്റൊരാളുടെ ആശ്രിതരായി ജീവിക്കുന്ന ആളുകൾക്ക് സക്കാത്ത് സ്വീകരിക്കാമോ? അപ്പൊ എന്റെ ഭാര്യക്ക് നിങ്ങൾ സക്കാത്ത് തരിക, അല്ലെ നിങ്ങളെ ഭാര്യക്ക് ഞാൻ സക്കാത്ത് കൊടുക്കുക, അത് പറ്റുമോ? നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഭാര്യക്ക് തികയുന്നില്ല, അങ്ങനത്തെ ഒരു പെണ്ണിന് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റും. തികയുന്നുണ്ടെങ്കിൽ മറ്റൊരുത്തന്റെ ആശ്രിതരായി ജീവിക്കുന്നവർക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ വേറൊരു സംഗതി ഉണ്ട്. അപ്പൊ എങ്ങനെ ഈ മുതഅല്ലിമീങ്ങൾ സക്കാത്ത് സ്വീകരിച്ചു എന്നുള്ള ചോദ്യം വരും. മുതഅല്ലിമീങ്ങൾ അവരുടെ മാതാപിതാക്കളോട് അവിടെ പിതാവിന്റെ ആശ്രിതരാണ്. പക്ഷെ ആ ആശ്രിതരും ഭാര്യന്റെ ആശ്രിതത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താ? ഈ കുട്ടികൾക്ക് വേറെ ആരെങ്കിലും ചെലവ് കൊടുക്കുകയാണെങ്കിൽ പിതാവിന് കൊടുക്കൽ നിർബന്ധമില്ല. ഭാര്യക്ക് വേറെ ആരെങ്കിലും കൊടുത്താലും ഓൾ അളവ് കൊടുക്കൽ നിർബന്ധമാണ്. ഇവിടെയാണ് ഭാര്യയും ആരും തമ്മിൽ. അപ്പൊ ആശ്രിതര് എന്ന് ജനറലായിട്ട് പറയാൻ പറ്റൂല എന്നായി. ആരെ തന്നെ പറയണം? ഭാര്യ എന്ന് തന്നെ, ഭാര്യയാകുന്ന ആശ്രിത എന്ന് തന്നെ പറയണം. ഇപ്പൊ എന്റെ ഉമ്മക്ക് ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. ഉമ്മക്ക് കഴിവില്ലെങ്കിൽ എന്റെ ഉപ്പക്ക് ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. ഉപ്പി ഇന്ന് വേറെ ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു വന്നു, എന്നാൽ ഇന്നത്തെ ചെലവ് കഴിഞ്ഞു. എന്റെ ഭാര്യ ഇന്നത്തെ ചെലവ് കഴിച്ചില്ല, അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും കഴിച്ചു വന്നു, എന്നാൽ ആ ഭാര്യക്ക് അന്നത്തെ അളവ് ഭക്ഷണം നമ്മൾ കൊടുക്കണം. ഓള് വേറെ എവിടുന്നോ കഴിച്ചോ കഴിച്ചില്ല എന്നുള്ളതല്ല. ഓളിഞ്ഞെന്താ അതുകൊണ്ട് കാട്ടുന്നു? ഓളെന്തെങ്കിലും കാട്ടിക്കോട്ടെ, വിറ്റോട്ടെ, അല്ലെങ്കിൽ ഓളെ പെരീക്കൊണ്ടേക്കോട്ടെ, ഓളാർക്കും കൊടുത്തോട്ടെ. ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെയും നല്ല സമ്മതത്തോടുകൂടെയും ഭാര്യയുടെ വീട്ടിൽ 15 ദിവസം പോയി താമസിച്ചാൽ ആ 15 ദിവസത്തിനും അവർക്ക് പറഞ്ഞ അളവ് മീഡിയൻ കുടുംബമാണെങ്കിൽ 1.5 മുദ്ദ്, കഴിവുള്ള കുടുംബമാണെങ്കിൽ 1.5 കിലോ അഥവാ 2 മുദ്ദ്, പിന്നെ ഒരു സാധുക്കളാണെങ്കിൽ കഴിവില്ലാത്തവരാണെങ്കിൽ 1 മുദ്ദ്, അതിന്റെ കൂട്ടാന്, അതിന്റെ എണ്ണ, അതിന്റെ പല്ലുകുത്തി, അതിന്റെ ചേർപ്പ്, അതിന്റെ സോപ്പ്, അതിന്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം 15 ദിവസത്തിന് അവൾ അവകാശപ്പെട്ടതാ. അവൾക്ക് വന്ന കണക്കൂട്ടിയാണ് കൊടുക്കണം. ഓക്ക് ഓളെ പെരീന്ന് കിട്ടിയില്ലേ, ഓള് പെരീ പോയതുകൊണ്ടല്ലേ കൊടുക്കാതായത്. അന്റെ സമ്മതപ്രകാരവും തൃപ്തിയോടെയും പോയതാണ്. ഇജെപ്പ വിളിച്ചാലും ഓള് വരാൻ ഓക്കെയാണ്. ആ രീതിയിൽ ഓളോളെ വീട്ടിക്ക് പോയതാണെങ്കിൽ ഈ പോയ ദിവസത്തിനൊക്കെ കണക്കൂട്ടി കൊടുക്കണം. കൊടുക്കണം നിർബന്ധമാണ്. അഡ്ജസ്റ്റ്മെന്റിന് ഇപ്പൊ സദക്ക മഹർ വരെ കൊടുക്കാൻ അഡ്ജസ്റ്റ്മെന്റിന്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതെന്താ? നമ്മളെ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന ഒരു രീതിയുണ്ട്. അതേതാ? ചികിത്സ മാതാപിതാക്കളാ പിതാവാ നടത്തേണ്ടത്. ചികിത്സ പിതാവാ നടത്തേണ്ടത്. അപ്പൊ ബ്രേക്ക് പൊട്ടിയാ വല്ല കൊടുന്ന് വണ്ടി ഒരു ഓട്ടോറിക്ഷയിൽ ഇറക്കിയിരുതാ ചികിത്സിച്ചൊക്കെ റെഡിയാക്കി ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പറഞ്ഞേക്കി എന്ന് പറയാം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞിട്ട് കൊഞ്ഞനം കുത്താറുണ്ട്. അതിലൊരുപാട് സംഗതി പറയാനുണ്ട്. ഒന്ന്, ചികിത്സ എന്ന വിഷയം ഭർത്താവാണ് നടത്തേണ്ടത്. പക്ഷേ ഭർത്താവും കൈയൊഴിച്ചാൽ ഈ പെണ്ണിന് ആര് നോക്കും? അവിടെ പിതാവ് നോക്കും.
ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു ഉദാഹരണം പറയാം. അതെങ്ങനെ? പിന്നെ ഒരു ഭാര്യക്ക് ക്യാൻസറായ ഭാര്യയെ ചികിത്സിച്ച് ഭർത്താവ് കടക്കാരനായി. ഈ ഭാര്യയെ ഇനി ചികിത്സിക്കാൻ കടം പോലും എവിടുന്നും കിട്ടാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അങ്ങനത്തെ ഘട്ടത്തിൽ ഈ ഭർത്താവ് ഈ ഭാര്യയെ ഒഴിവാക്കുകയാണ്. ആര് സ്വീകരിക്കും? പിതാവ് സ്വീകരിക്കണം. ഒരാള് വേണ്ടേ അവസാനം സ്വീകരിക്കാൻ? അവിടെ പിതാവ് സ്വീകരിക്കണം. എന്നല്ലാതെ തലവേദന തുടങ്ങി അവർ ഓട്ടോറിക്ഷക്ക് ഫോൺ ചെയ്യുക, 15 രൂപ ഓട്ടോറിക്ഷ കൊടുത്ത് കാണുന്ന പോയിക്കോ ബ്രേക്ക് എടുത്തിട്ടുണ്ട് ബാ എന്ന് പറഞ്ഞു കാണാൻ അയക്കണം എന്നല്ല ഇസ്ലാം പറയുന്നത്. ഇതിന് അവസാനം ഏറ്റെടുക്കാൻ ഒരാൾ വേണ്ടേ? ആ ആളാരാണ്? ഇവനും ഒഴിവാക്കുകയാണെങ്കിൽ ആരാതെടുക്കുക? ഭർത്താവും ഈ പിതാവും തമ്മിൽ പ്രശ്നമായി. മകളെ ആര് ചികിത്സിക്കും എന്ന് പ്രശ്നമായി. ആ പ്രശ്നത്തിൽ അവസാനം പിതാവാണ് ഏറ്റെടുക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു നിയമം ഇസ്ലാം വെച്ചെങ്കിലേ ഇവന്റെ ഭാര്യയായി ആ പെണ്ണിനെ നിലനിർത്തി കൊണ്ടുപോരാൻ പറ്റുള്ളൂ. എന്താ ഇസ്ലാമിന്റെ നിയമമൊക്കെ? അല്ലെങ്കിൽ ഈ പെണ്ണിനെ ചികിത്സിക്കേണ്ടതും ഞാനാ. കുറഞ്ഞൊരു ക്യാൻസർ ഇങ്ങനെ തുടങ്ങിക്കണു, ഈ പോക്ക് പോയാൽ ഇന്റെ പാടും പറമ്പൊക്കെ വിറ്റ് ചികിത്സിക്കേണ്ടി വരും, എന്റെ മേലാണ് ഇത് ബാധ്യത. തൊല്ലത്തൂക്കി കഴിഞ്ഞു, തലാഖിയല്ലേ വിഷയം അവസാനിച്ചില്ലേ? 4 അക്ഷരം കട്ടിയിലാണ് പറഞ്ഞാൽ ഏതായി? ഓന്റെ പെണ്ണല്ലാതായി. രോഗികളെ തലാഖ് ചെല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തും. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, കുടുങ്ങൂലട്ടോങ്ങളെ, വിഷയം ഏറ്റെടുക്കേണ്ടത് വാപ്പയാണ്, നിങ്ങൾ ചെയ്തോളി. നിങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥ വരാണെങ്കിൽ നിങ്ങൾ പിതാവിനോട് പറഞ്ഞോളി. പിതാവിന്റെ മേലാണ് ഇത് ബാധ്യത. നിങ്ങൾ ചെയ്യുന്നിടത്തോളം ഔദാര്യാണ്. നിങ്ങൾ തമ്മിലുള്ള ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവര് തമ്മിൽ നല്ല സഹവർത്തിത്വത്തിൽ, നല്ല രമ്യതയിൽ, നല്ല സന്തോഷത്തിൽ നിങ്ങൾ അവരുമായി ഇടപഴകി ജീവിച്ചോളി എന്ന ആയത്തിന്റെ ഉള്ളിൽ അവരെ ചികിത്സയും നിങ്ങൾ ഏറ്റെടുക്കണം എന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാണി, ഒരു കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? തലവേദന ഉണ്ടായ ബാപ്പാന്റെ വരേക്ക്, പനി ഉണ്ടായ ബാപ്പാന്റെ വരേക്ക്, പല്ലുവേദന ഉണ്ടായാലും ബാപ്പാന്റെ വരേക്ക്. ആ പെണ്ണിന്റെ കൂടെ അന്തിക്ക് കടന്നു നോക്കണമെങ്കിൽ നീങ്ങാണ് കിടക്കേണ്ടി വരും. ചുരിന്റെ അടങ്ങിക്കാണ്ട് ഓൻ അപ്പുറത്തേക്കും, ചുരിന്റെ അടങ്ങി ഓളിപ്പുറത്തേക്കും. അതൊന്നും ആശിറൂഹുന്ന ബിൽ മഅറൂഫി അല്ല. മുആശറത്ത് എന്ന് പറഞ്ഞാൽ തൊലിൻ തമ്മിൽ ഇങ്ങോട്ട് ഒട്ടണം. ആ ഒട്ടണമെങ്കിൽ ആദ്യം കൽബും തമ്മിൽ ഒട്ടണം. കൽബും തമ്മിൽ ഒട്ടണമെങ്കിൽ താങ്ങേണ്ട സമയത്ത് താങ്ങണം. താങ്ങേണ്ട സമയമാകുമ്പോഴൊക്കെ ഓൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പറഞ്ഞേക്ക ഈ മസല വെച്ചിട്ട്. അവിടെ ആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഉണ്ടാവൂല. ഈ വിഷയം എന്താണെന്ന് തിരിയാത്തത് കൊണ്ടാണ് ഈ കൊഞ്ഞനം കുത്തൽ വന്നത്. മയ്യത്തുസ്കാരത്തിന്റെ വിഷയം പറഞ്ഞ മാതിരി തന്നെ. മയ്യത്തുസ്കാരത്തിന് ആരാ ഇമാമിക്കേണ്ടത്? മയ്യത്തുസ്കാരത്തിന് ഇമാമിക്കേണ്ടത് പിന്നെ മകൻ മരിച്ചാൽ വാപ്പ ഇമാമിക്കണം, വാപ്പല്ലെങ്കിൽ മകൻ ഇമാമിക്കണം, മരിച്ചാക്ക് വാപ്പല്ലെങ്കിൽ മകൻ ഇമാമിക്കണം. അല്ലാ, റെഡിയായി, നല്ല മട്ടായി. അപ്പൊ ഇവൻ ഇങ്ങോട്ട് കയറി നിൽക്ക. പിന്നിൽ ആരാ? പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, AP ഉസ്താദ്, അതിന്റെ ഇപ്പുറത്ത് ഉള്ളാളത്തെ പാപ്പ, അതിന്റെ ഇപ്പുറത്ത് ഖലീൽ തങ്ങൾ പാപ്പ, അതിന്റെ ഇപ്പുറത്ത് സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങൾ. ഇവൻ മുമ്പിൽ ഇങ്ങനെ ഒരു നാടൻ. അവൻ ഈ നിയമം വെച്ചിട്ട് വാപ്പ മരിച്ചാൽ വാപ്പാക്ക് വാപ്പല്ലെങ്കിൽ മകനല്ലേ മയ്യത്തുസ്കരിക്കേണ്ടത്? അധികാരം വെച്ച് ഓൻ കയറി നിന്നു. ഇവിടെ ഈ വിഷയത്തിലും ശ്രദ്ധിക്കേണ്ടത് ഇതേ വിധിയാണ്. ഈ വിഷയത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആർക്ക് കൊടുക്കണം ഈ അധികാരം എന്നാ ഇസ്ലാം പറഞ്ഞത്? അല്ലെങ്കിൽ ആരാ മയ്യത്തുസ്കരിക്കേണ്ടത്? സ്വലാഹിന്റെ, സിയാദത്തിന്റെ, അഹ്ലുബൈത്തിലെ സ്വാലിഹീങ്ങളുടെ, ആബിദീങ്ങളുടെ മുമ്പിലാണ് വാപ്പാന്റെ മയ്യത്തുക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഷെഡ്യൂൾ പഠിപ്പിച്ചു തന്നിട്ട് ഒരൊറ്റ ജമാഅത്തിനും അവിടെ കൊണ്ടുവന്ന മയ്യത്തിന് അള്ളാന്റെ റസൂലല്ലാതെ ഇമാമത്ത് നിന്നിട്ടില്ല. കടം ഒരു വലിയ സംഭവമാണ് എന്ന് സഹാബത്തിനെയും ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിനെയും ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റസൂലുള്ള ചോദിച്ചു, അയാൾക്ക് കടണ്ടോ? ആ കടണ്ട്, ഞങ്ങളാണ് നിക്കരിച്ചോളി. അപ്പൊ സഹാബത്ത് ഒന്നായിട്ട് ഒരുമിച്ച് കൂടിയിട്ട്, പടച്ചോനെ, നമ്മളെ സുഹൃത്തിന് റസൂലുള്ളാന്റെ നിസ്കാരം കിട്ടാതൊക്കെ റസൂലുള്ള മയ്യത്തും പുറത്തുനിന്ന് നിന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹ്മു പറയാതൊക്കെ അത് നമ്മളെ സഹോദരന് നഷ്ടപ്പെടാൻ പറ്റൂലല്ലോ. സഹാബത്ത് യോഗം കൂടി, അവര് തമ്മിൽ എല്ലാവരും കൂടിയെടുത്തു. അല്ലെങ്കിൽ ഒരാൾ അത് ഏറ്റെടുത്തു, നബിയെ ഇന്നാൾ അയാളെ കടം ഏറ്റെടുത്തിട്ടുണ്ട്, എന്നാ ഞാൻ നിസ്കരിച്ചോളാം. ഇങ്ങനെ കടബാധ്യതയുടെ പ്രത്യാഘാതം
അതിന്റെ ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കൊണ്ടുവന്ന, മക്കയിൽ കൊണ്ടുവന്ന മയ്യത്തിന്റെ സമീപത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നേതാവിന്റെ ഈ ഒരു പ്രാർത്ഥന ഞങ്ങളെ സുഹൃത്തിന് നഷ്ടപ്പെടരുത് എന്ന് കരുതി അവരവിടെ വെച്ച് ആ കടത്തിന് തീരുമാനം കാണുകയും അള്ളാന്റെ റസൂല് മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഏത് റസൂൽ? മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാനുള്ള അധികാരം പിതാവിനാണ്, പിതാവില്ലെങ്കിൽ മകനാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളയല്ലാതെ മദീനത്തോ മക്കത്തോ റസൂലുള്ള പങ്കെടുത്ത ഒരൊറ്റ ജനാസയിലും മറ്റാളും ഇമാമത്ത് നിന്നിട്ടില്ല. ഇത് അറിയാത്ത പൂസ്ലാന്മാരാണ് ഈ കേരി നിൽക്കുന്നത്. എന്നിട്ടൊന്ന് നിക്കത്താലെ നിർത്തിയിട്ട് ചോദിക്കണ്ടീനു അവനോട്, മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം എന്താടാ ചെല്ലാൻ എന്ന് പറഞ്ഞങ്ങനെ. ഒന്നാമത്തെ തക്ബീറിന്റെ ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം പിന്നെ നിസ്കാരത്തിൽ ചെല്ലണ ഇബ്രാഹിമിയ സലാത്ത്, അത് രണ്ടും ഓക്കെയാണ്. മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം ചൊല്ലണ ദുആ എന്നാണ് ചൊല്ലിച്ചു നോക്കോണ്ടി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅബ്ദിൽഹു ദാറൻ മിൻ ഖൈറിഹിം ദാരിഹി വഫിത്നതി വമിൻ മസീഹി ദജ്ജാൽ ദാരി. അവർക്കകത്ത പിന്നെ എന്നിട്ട് വലിയ കോളായിട്ട് ഓന് ബാപ്പ മരിച്ചപ്പോൾ മകൻ മയ്യത്തിക്ക് ചെന്നുള്ള മസലിയിലാണ് കയറിയെന്നൊക്കെ. ഈ കണ്ട സ്വാലീങ്ങളും ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാരനോലും തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞോലും 10-90 കൊല്ലായിട്ട് 11 റക്അത്ത് 96 വയസ്സായ പിന്നെ 90 വയസ്സിന്റെ സമീപത്തായ ഉള്ളാളത്തെ പാപ്പ 11 റക്അത്ത് നിന്ന് നിസ്കരിക്കൽ തുടങ്ങിയിട്ട് 16-ാം വയസ്സിൽ തുടങ്ങിയതാ. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ബാക്കിൽ നിർത്തുക. 11 റക്അത്ത് വിത്ർ നിസ്കാരം റമദാൻ അല്ലാത്ത കാലത്തിലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ്പ 16-ാം വയസ്സിൽ തുടങ്ങിയതാ. ഇപ്പൊ വയസ്സെത്രായി? 90ന്റെ സമീപത്തായി. ഇപ്പോഴും 11 റക്അത്ത് നിന്നാക്കരിച്ച. നമ്മൾ റമദാൻ വന്നിട്ടും കൂടി 11 റക്അത്ത് വിത്ർക്ക് വെച്ചിട്ടില്ല. നിസ്കാരം കഥയാക്കി. ഈ ദിക്റ് അറിയില്ല, ദുആഇ അറിയില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന നേരത്തെ ഇതൊക്കെ മൗമൂമിങ്ങൾ കേൾക്കട്ടെ എന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലാവും. ഇതിലൊക്കെ ഒരുപാട് നിയമവും ചട്ടമുണ്ട്. ഇമാമത്തിക്കണമെങ്കിൽ അല്ലാഹു അക്ബർ മൗമൂമിങ്ങൾ കേൾക്കട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി അല്ലാഹു അക്ബർ ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലാണ്. അത് പഠിച്ച ഇമാമിനെ നിർത്തണം മുമ്പില്, ബാപ്പാന്റെ മുമ്പില്. എന്റെ വാപ്പാക്ക് അവസാനമായി ചെയ്യണ ഒരു കാര്യമാണ് അത്. നിക്കാരത്തിന്റെ വിധികളും വിധിവിലക്കുകളൊക്കെ നന്നായി അറിയണ ഒരാള് നിൽക്കട്ടെ. ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ച ഒരാള് ഞാനൊന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് കരുതണ്ട. അവിടെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ തക്ബീർ ഉച്ചത്തിൽ ചൊല്ലുന്ന അവസരത്തിൽ മഅ്മൂമിങ്ങൾ കേൾക്കാൻ എന്ന് ഇമാം കരുതിയാൽ ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ്. ഞാൻ കയറിക്കാൻ പറ്റില്ലത്. പോകട്ടെ, ഇമാമിന്റെ മഅ്മൂമിങ്ങൾ കേൾക്കാനും ഒരു ദിക്ർ ചൊല്ലുകയാണ് എന്നും കൂടിക്കരുതിയാൽ പോലും നിസ്കാരം ബാത്തിലാണോ എന്ന അഭിപ്രായമുണ്ട്. ഒന്നും കരുതാതെ ഒരു അല്ലാഹു അക്ബർ ചൊല്ലിയാലും നിസ്കാരം ബാത്തിലാണെന്ന അഭിപ്രായമുണ്ട്. എങ്ങനെയുണ്ട് വട്ടം? 4 രീതിയാണ് അവിടെ ഉള്ളത്. ഇതറിയോ ഈ മൂപ്പനി കാര്യക്കണോന്? അല്ലാഹു അക്ബർ മൗമൂമിങ്ങൾ കേൾക്കട്ടെ. അപ്പൊ മൗമൂമിങ്ങൾ കേൾക്കാൻ ഒരു അനൗൺസ്മെന്റ് അള്ളാന്റെ അടുത്ത് നിന്ന് വിട്ടു, അതുകൊണ്ട് നിസ്കാരം ബാത്തിലായി. അള്ളാഹ്ക്ക് ഞാൻ ചെല്ലുന്ന ഒരു ദിക്റാണ്, അപ്പോഴേ അള്ളാന്റെ ഒപ്പം അങ്ങനെ നിൽക്കുള്ളൂ. ഇത് അള്ളാഹ്ക്കുള്ള നിസ്കാരം. ഇതറിയോ ഈ നിൽക്കണോന്? എന്ത് പുണ്ണാക്കി വെച്ചിട്ട് കയറുന്നത്? ആയിരക്കണക്കിന് ആൾക്കാരെ ബാക്കിൽ നിർത്തിയിട്ട് ഈ സഹിയാകാത്ത നിസ്കാരം നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി വഅക്രിം നുസ്ലഹു വസ്സി മുദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദി വനഖിഹി മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബീദു മിനദ് ദനസി വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വഫിത്നതി മിൻ അദാബിൻ നാർ. ആ നിന്ന മനുഷ്യൻ ഇതേമാർക്കൊന്നും ചെല്ലട്ടെന്നാല് പപ്പാന്നറി മസീദ് ദജ്ജാലിനെ അവിടെ കൊണ്ടാണ് മുട്ടിച്ചു. പിന്നെ പറയേണ്ടതൊക്കെ ഫിത്ർ സക്കാത്ത് സ്വീകരിക്കാൻ മാനദണ്ഡമുണ്ടോ? അതായത് സ്വീകരിക്കാൻ അവകാശിയാവണം. അവകാശി 8 അവകാശികൾ. ഫിത്ർ സക്കാത്തിന് 8 അവകാശികൾ തന്നെ. സക്കാത്തിന് പറഞ്ഞ അവകാശികൾ തന്നെ ഫിത്ർ സക്കാത്തിന്റെ അവകാശികൾ. സക്കാത്തിന് മൊത്തം അവകാശികൾ 8 തന്നെയാണ്. അവിടെ ഒരു സംഗതി ഉണ്ട്. നിങ്ങൾ ചോദിക്കണ പോക്ക് എനിക്ക് മനസ്സിലാണ്ട്.
ഈ സക്കാത്ത് കൊടുക്കുന്ന വ്യക്തി തന്നെയും സക്കാത്ത് സ്വീകരിക്കാനും പറ്റിയ ഒരു രീതി ഫിത്ർ സക്കാത്തിൽ വരും. ഉദാഹരണത്തിന്, അന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും അന്നത്തെ രാവും പകലും ആവശ്യമായ ഭക്ഷണം, ഒരു വീട്, അത് വാടക വീടായാലും മതി, അന്ന് നമ്മൾ തൊട്ടുകൊടുക്കാനുള്ള ഡ്രസ്സ്, ഇത് കഴിച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് അന്ന് വന്ന അരി കൊണ്ട് തന്നെ ഓനുണ്ടാവും. അന്ന് പല ഭാഗത്തു നിന്നും കിട്ടിയ ഫിത്ർ സക്കാത്ത് കൊണ്ട് തന്നെ ഓൻ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ഫിത്ർ സക്കാത്തിൽ നിന്ന് ഓന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന വ്യക്തി തന്നെ വാങ്ങാനും അവകാശപ്പെട്ടു. അതാണ് നിങ്ങളെ ചോദിക്കാൻ കാരണം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രത്യേകിച്ച് അസുഖമൊന്നും വന്നില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ള ഭക്ഷണത്തിനും എല്ലാം പൈസ ഉണ്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊരാൾ ഫിത്ർ സക്കാത്ത് കൊടുത്തെന്ന് സ്വീകരിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ എന്റെ അവസ്ഥയിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. നാളത്തെ ഭക്ഷണത്തിനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ വേറെ അടുത്ത വീട്ടിൽ നിന്ന് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ പകുതി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ? പകുതിയും ലഭ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഫക്കീറാണ്. പകുതിയിലധികം ലഭ്യമാകുന്നുണ്ട്, പക്ഷെ തികയുന്നില്ല. ഇതാണ് നിങ്ങളുടെ ജീവിതക്രമം. അതാ നോക്കണം. നിങ്ങൾ ജോലിക്കാരനാണ്, പറയാം, നിങ്ങൾ ജോലിക്കാരനാണ്. നിങ്ങളെ ജോലിന്റെ അവസ്ഥ എന്താ? നിങ്ങളെ വീട്ടിലേക്ക് 200 രൂപ വേണം ഒരു ദിവസത്തെ ചെലവിന്. ട്രീറ്റ്മെന്റും സംഗതിയൊക്കെ ആയിട്ട്, മരുന്നും മുക്കടിയൊക്കെ ആയിട്ട് 200 റുപ്യ വേണം. നിങ്ങൾക്ക് കൂലി ഓട്ടോറിക്ഷ ഓടിച്ച് ബാക്കി കിട്ടുക 90 റുപ്യാണ്. നിങ്ങൾ ഫക്കീറാണ്. ഇതാണ് നിങ്ങളുടെ ജീവിത നിലവാരം. ഒരു സുപ്രഭാതത്തിൽ അന്ന് ഫിത്ർ സക്കാത്ത് കൊടുന്ന അരിയോണ്ട് ഇപ്പൊ ഒരു 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഫക്കീറല്ല. അത് പരിഗണിക്കേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരമാണ് അവിടെ പരിഗണിക്കേണ്ടത്. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓഫാക്കേണ്ടി വരൂലേ? അവിടക്കിപ്പോ പോയിക്കണു, ഓലിപ്പ് മുതലാളി ആയിക്കണു, മറ്റോലിപ്പ് മുതലാളി ആയിക്കണു, ഇപ്പൊ പോയി മറ്റേ. അപ്പൊ ഇതിന് മെമേം കഴിച്ചു. അപ്പൊ ജീവിതത്തിന്റെ ഒരു ക്രമവും നിലവാരവുമാണ് അവിടെ പരിഗണിക്കുന്നത്. മനസ്സിലായോ? മിസ്കീനാണ് നിങ്ങൾ. എപ്പോഴാണ് നിങ്ങൾ മിസ്കീനാവല്? നിങ്ങൾ നിത്യം പണിക്ക് പോണ ഒരാളാ. നിങ്ങൾക്ക് 200 ആവശ്യമുണ്ട്, 100 റുപ്യ അതിലധികവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, തികയണില്ല. നിങ്ങൾ മിസ്കീനാണ്. അപ്പൊ നിങ്ങളെ ജീവിത നിലവാരമാണ്. അന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു സംഖ്യ, ആ സംഖ്യ കൊണ്ട് നിങ്ങൾ അന്നത്തെ 1, 2, 3 ദിവസങ്ങൾക്ക് കയ്യാനുള്ള സംഖ്യ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫക്കീറും മിസ്കീനും അല്ലാതാവൂല. കയ്യിൽ വേറെ അത് നിങ്ങൾ ഡിപ്പോസിറ്റ് അനുസരിച്ചുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഫക്കീറല്ലല്ലോ. നിങ്ങൾക്ക് മതി. ഫക്കീറോ മിസ്കീനോ ആണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഉടമയിലുള്ള കാശ് നിങ്ങളുടെ ജീവിതം കൂട്ടിമുട്ടിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫക്കീറും അല്ല മിസ്കീനും അല്ല. അപ്പൊ അതുപോലെ വളരെ പ്രസക്തമായ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. നമ്മൾ അയൽവക്കത്ത് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തു പോന്നിരുന്നു, ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യും. നമ്മളിപ്പോ വലിയ ആൾക്കാരായതാറ്റ ഒരു കണക്കാക്കിക്കണത്. അതൊരു അന്തസ്സാന്ന് മനസ്സിലാക്കിക്കാണ്ട് നമ്മള് വലിയ ആൾക്കാരാന്നൊക്കെ ഒരു മനസ്സിലാക്കിക്കണു. അവിടെ കെട്ടുകാരില്ല. മുമ്പ് ഞങ്ങള് പരപ്പനങ്ങാടി ഓതുന്ന അവസരത്തില് പിന്നെ ചെലവുടിക്കാരനായ മോലേരുട്ടിക്ക് കായ് കൊടുക്കൂല, കൂടെ പോയവർക്കൊക്കെ കായ് കൊടുക്കും. അതന്നെ വലിയ വലിയ സംഖ്യ കൊടുക്കും. ഇയാളാണെങ്കിലോ വളരെ സാധുവാണ്. അപ്പൊ ഇയാളൊരു മുതലാളിയാണെന്ന് ആര് വിചാരിച്ചിരിക്കണത്? ഈ ചെലവുടിക്കാരൻ വിചാരിച്ചിരിക്കണത്. ഇയാൾ എന്നോട് പറയാം അവിടെ കട്ടെ. അണ്ടെന്താ വെച്ചാല് ഞാനൊരു മുതലാളിയാണെന്നുള്ള ഭാവന ഉണ്ടല്ലോ, അതെനിക്കൊരു അന്തസ്സാണല്ലോ. അവിടെ കെട്ടെ, അത് പൊളിച്ചാനാവൂല. ആ ഒരു അന്തസ്സിലേക്ക് നമ്മൾ ഉയരണം. നമ്മളെ അയലോക്കത്തുനിന്ന് കഴിഞ്ഞ കൊല്ലം ഫിത്ർ സക്കാത്ത് കിട്ടീനു, ഈ കൊല്ലം ഫിത്ർ സക്കാത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മളെപ്പറ്റി ഇപ്പൊ ഉയർച്ചയിലാണെന്ന് പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അന്തസ്സല്ലേ? ആ അന്തസ്സിനല്ലേ ഈ പണി മുഴുവെടുക്കണത്. ഇനി നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരു അയൽപക്ക ബന്ധത്തിന് ഒലച്ചില് വരും. അങ്ങനെയെങ്കിൽ ഓലാണെങ്കിലോ സക്കാത്ത് വാങ്ങാൻ അർഹരുമല്ല. എന്നാ തെറ്റിച്ചണ്ട, ഓൽക്ക് നിങ്ങൾ ഹദിയായിട്ട് കൊടുത്താളി. ആരി
നിങ്ങളെ മനസ്സിലല്ലേ ഉള്ളൂ. നിങ്ങൾ ഹദിയ കരുതിയാലും സദക്ക കരുതിയാലും സക്കാത്ത് കരുതിയാലും അത് നിങ്ങൾ ഓരോട് പറയണ്ടല്ലോ, നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഒരു വിഷയമല്ലേ. ഇപ്പൊ കുടുംബ ബന്ധത്തിന്റെ അയൽപക്ക ബന്ധത്തിന്റെ ഒലച്ചിലില്ലാതെ അത് ഭദ്രമായി നിലനിൽക്കാൻ നമ്മളൊരു രീതി സ്വീകരിക്കുക. അളവ് വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്യാം. സക്കാത്ത് കൊടുക്കേണ്ട അളവ് മറ്റൊരാൾക്ക് അതിന്റെ യഥാർത്ഥ അവകാശിക്ക് കൊടുക്കുകയും ചെയ്യാം. ഒക്കെപ്പാടപ്പ് ഭയങ്കര തലയിലാവുമല്ലോ എന്ന് കരുതി ബേജാറാണുണ്ടോ? ഞങ്ങൾ മറ്റേതാണ് നിർത്തിക്കാളി, സക്കാത്തിന്റെ അളവാണ് കൊടുത്താളി. ഇത് തിരിച്ചു പറ്റുമോ? അതായത് ഇപ്പൊ നമുക്ക് വാങ്ങാൻ അവകാശമല്ല, അപ്പൊ അടുത്തുനിന്ന് ഒരാൾ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ? അവകാശി അല്ലെങ്കിൽ ഞാൻ ഇതിന് അവകാശിയല്ലെന്ന് പറയണം. അവൻ അവകാശിയാണ്, നേരത്തെ പറഞ്ഞത് അവകാശിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൊടുത്തെങ്കിൽ അവകാശിയല്ല ഞാൻ, അതുകൊണ്ട് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്താളി എന്ന് പറയണം. അല്ലെങ്കിൽ അത് അനർഹമായ സമ്പത്ത് സ്വീകരിക്കലാവും. അഗതികളെയും അനാഥകളെയും സംരക്ഷിക്കുന്ന സഭ, അതേമാതിരി വികലാംഗരെ സംരക്ഷിക്കുന്ന, കുഷ്ഠരോഗികളെ സംരക്ഷിക്കുന്ന സഭ, സ്ഥാപനം അല്ലേ, മൗനത്തുൽ ഇസ്ലാം സഭ, ഇവർക്കൊക്കെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാൻ പറ്റുമോ? അവിടെ ഒരു പത്രപരസ്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അർഹരാണെന്ന്. അഥവാ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ അത് പൊതുവിശ്വാസി കേന്ദ്രമാണ്. അഗതി മന്ദിരങ്ങൾ, അനാഥ മന്ദിരങ്ങൾ പാവപ്പെട്ടവരുടെ കേന്ദ്രങ്ങളാണ്. അവർക്ക് ആ കേന്ദ്രത്തിലേക്ക് സക്കാത്ത് കൊടുക്കാവോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ അത് പെടും. ഒന്ന് ആ ട്രസ്റ്റിന് അല്ലെങ്കിൽ ആ സഭക്ക് അല്ലെങ്കിൽ ആ പൊതുവേദിയിലേക്ക് കൊടുക്കാൻ പാടില്ല. സക്കാത്ത് സ്വീകരിക്കുന്ന വ്യക്തി നിർണയമായ വ്യക്തിയായിരിക്കണം. മഊനത്തുൽ ഇസ്ലാം സഭ എന്നത് ഒരു ട്രസ്റ്റാണ്. അതിന്റെ അവകാശികൾ എന്നത് ഒരു പൊതുവാണ്. അതുകൊണ്ട് പൊതുവായ അവകാശികളായാൽ പറ്റില്ല, നിർണയമായ അവകാശികളാവണം. മഊനത്തുൽ ഇസ്ലാം സഭയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് കേറിയിട്ട് അവിടെയുള്ള ഓരോരുത്തർക്കും നിങ്ങൾ ഇങ്ങനെ 100 ഉറുപ്യ കൊടുത്തു, സക്കാത്ത് കൂടും. ഓലൊക്കെ പൊതുവിശ്വാസികളാണ്. ഓൽക്ക് വേണ്ടിയിട്ട് ആ ട്രസ്റ്റിന് കൊടുത്തു, ആ പൊതുവായിട്ട് കൊടുത്തു, വീടൂല. ഓൽക്ക് വേണ്ടി കടം വാങ്ങി ആ മൗനത്തുൽ ഇസ്ലാം സഭ നടത്തി ഒരു വ്യക്തി, ആ വ്യക്തി ഈ പൊതു ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി കടക്കാരനായി, ആ കടം വീട്ടാൻ വേണ്ടി അതിന്റെ നടത്തിപ്പുകാരനായ നിർണയിക്കപ്പെട്ട ഈ വ്യക്തിക്കും സക്കാത്ത് സ്വീകരിക്കാൻ പറ്റും. ഇപ്പൊ എത്ര കോലായി? പൊതുവായി കൊടുക്കാൻ പറ്റില്ല. മഊനത്തുൽ ഇസ്ലാം സഭയിലെ ഓരോ വ്യക്തികൾക്കും കൊടുക്കാം. അതോടൊപ്പം ആ ട്രസ്റ്റ്, സഭ നടത്തിയിരുന്ന, ആ പൊതുവിശ്വാസി കേന്ദ്രം നടത്തിയിരുന്നത് ഒരു വ്യക്തിയാണ്. അയാൾ ഇത് കടം വാങ്ങിയിട്ട് നടത്തി ഈ പൊതു സ്ഥാപനം. അദ്ദേഹം വ്യക്തിപരമായി കടക്കാരനായി. അയാൾക്ക് പൊതു ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയവൻ എന്ന നിലയിൽ അയാൾക്ക് ആ കടം, ആ വിഷയത്തിലും അദ്ദേഹത്തിന് ഈ സക്കാത്ത് സ്വീകരിക്കാവുന്നതാണ്. എന്നല്ലാതെ പൊതുവായിട്ട് കൊടുക്കാം, സഭക്ക് കൊടുക്കുക, യത്തീംഖാനയ്ക്ക് കൊടുക്കുക, അഗതി മന്ദിരത്തിലേക്ക് കൊടുക്കുക, അങ്ങനെ പറ്റൂല. അതിനൊരാളില്ല, നിർണയമാവും. അള്ളാഹുമായി ബന്ധപ്പെട്ട ഹക്കുകളെ അടിമകളുമായി ബന്ധപ്പെട്ട ഹക്കുകളെക്കാൾ മുന്തിക്കണം. സക്കാത്ത് പോലത്തെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഹക്കുകൾ അടിമകളിലേക്കാണ് സക്കാത്തിന്റെ വിഹിതം നീങ്ങുന്നതെങ്കിലും അള്ളയുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്താണ്. ആ ഇബാദത്താകുന്ന സക്കാത്തിനെ മക്കൾ വീട്ടിയിട്ടേ വാപ്പാന്റെ മുതൽ ഓഹരി ചെയ്യാൻ പറ്റുള്ളൂ. ബാപ്പാക്ക് മുതലുണ്ടെങ്കിൽ അത് വീട്ടിയിട്ടേ മുതൽ ഓഹരി ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം മക്കൾക്ക് ബാപ്പാക്ക് മുതലില്ല, മക്കൾക്ക് മുതലുണ്ട്. എന്നാൽ ഔദാര്യമാണ് വീട്ടിയാൽ, നിർബന്ധമില്ല ബാപ്പാനെ കഴിച്ചിലാക്കാൻ. ബാപ്പാന്റെ മുതല് ബാപ്പ മാക്കി വെച്ച് പോയിക്കുണെങ്കിൽ അള്ളയുമായി ബന്ധപ്പെട്ട ഹക്കുകൾ, നേർച്ച, സക്കാത്ത്, കഫാറത്ത്, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ വീട്ടണം. പിന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കുകളും വീട്ടിയിട്ടേ അതിന്റെ ഓഹരി തുടങ്ങാൻ പറ്റൂ. ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വീട്ടണം, നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അതിന്റെ മുദ്ദ് കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ടേ ഏതാകാൻ പറ്റുള്ളൂ, മുതൽ ഓഹരി ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ബാപ്പാക്ക് മുതലില്ല, ബാപ്പ ഇതൊന്നും ചെയ്തിട്ടില്ല, മകന് സമ്പത്തുണ്ട്, എന്നാ മകൻ അത് ബാധ്യത ഉണ്ടോ? ബാധ്യത ഇല്ല. മകൻ ചെയ്താൽ അതൊക്കെ വീടും. അത് മകൻ മാത്രം ചെയ്താലല്ല, നാട്ടുകാർ ആര് ചെയ്താലും വീടും.
മറ്റൊരു ചോദ്യം, മുതലിന്റെ സക്കാത്ത് ഇതുവരെയായിട്ടും സ്വർണത്തിന്റെ അളവ് കണക്കാക്കിയിട്ട് ഒരാൾ കൊടുത്തു പോകുന്നത്, അങ്ങനെ കൊടുത്തു പോകുന്ന ഒരാള് യഥാർത്ഥത്തിൽ കുറ്റക്കാരനാവുക. ഇതുവരെയായിട്ട് അയാൾ കൊടുത്തു പോകുന്ന മുതലിന്റെ സക്കാത്ത് കൊടുത്തത് സ്വർണത്തിന്റെ അളവ് കണക്കാക്കിയിട്ടാണ് കൊടുത്തത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ വീടും ഇതുവരെയും കൊടുത്തു പോകുന്നത് സ്വർണത്തിന്റെ അളവ് കണക്കാക്കി അതിന്റെ പൈസ ഉണ്ടായപ്പോഴാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തിട്ടില്ല? വെള്ളിന്റെ അളവുണ്ടായ സന്ദർഭത്തിലൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പത്തെ കണക്കില് 32,011 രൂപ ഉണ്ടായാൽ വെള്ളിന്റെ അളവിൽ സക്കാത്ത് കൊടുക്കാനായി. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അയാൾ ഇപ്പത്തെ അളവിൽ 2.5 ലക്ഷം രൂപ വെച്ചിട്ടേ സക്കാത്ത് കൊടുക്കുന്നുള്ളൂ എങ്കിൽ അയാൾ 32,011 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ അളവ് വെച്ചിട്ട് അയാൾ കൊടുക്കേണ്ടിയിരുന്ന സംഖ്യക്ക് മുഴുവനും കടക്കാരനാണ്, കൊടുത്തേ പറ്റും. മനസ്സിലായില്ല? 2.5 ലക്ഷം രൂപയുണ്ടായപ്പോഴേ സക്കാത്ത് കൊടുക്കാൻ അയാൾ സന്നദ്ധനുള്ളൂ. അപ്പൊ അയാൾക്ക് 32,011 രൂപയോ ഈ 2.5 ലക്ഷം വരെയുള്ള സംഖ്യയോ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അയാൾ സക്കാത്ത് കൊടുത്തിട്ടില്ല. ആ കൊടുക്കാത്ത സക്കാത്തിനൊക്കെ അയാൾ കടക്കാരനാണ്. ഇപ്പോൾ കൊടുത്തെങ്കിലേ അയാൾ വീടുള്ളൂ. ഒരു അവകാശി ഒരാൾക്ക് 2 അവകാശത്തിൽ സക്കാത്ത് സ്വീകരിക്കാമോ? ഒരു അവകാശിയാണ്, അയാൾ ഫക്കീറുമാണ്, അയാൾ പൊതുവിശ്വാസിയുമാണ്. ഫക്കീർ എന്ന അടിസ്ഥാനത്തിലും ഒരു വ്യക്തിയിൽ നിന്ന് അയാൾ സ്വീകരിക്കുന്നു, പൊതുവിശ്വാസി എന്ന അടിസ്ഥാനത്തിലും അതേ വ്യക്തിയിൽ നിന്ന് തന്നെ സ്വീകരിക്കുന്നു. അത് പറ്റില്ല. അവിടെ പറ്റുന്ന ഒരു രൂപമുണ്ട്. അതേതാ നിങ്ങള്? ഒരാൾ കടക്കാരനായിരുന്നു, ആ കടം എന്ന ലെവലിൽ അവന് സക്കാത്ത് കൊടുത്തു, കടക്കാരൻ എന്ന രീതിയിൽ. ആ കടം വീട്ടാനുള്ള വ്യക്തിയിലേക്ക് ആ മുതൽ കൊടുത്തു. ഇപ്പൊ അവൻ ഫക്കീറാണ്. അപ്പൊ ഫക്കീർ എന്ന ലെവലിൽ സ്വീകരിക്കാം. അത് നഅം എന്ന ആ മസല അന്നലെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പല വ്യക്തികൾക്ക് പല അവകാശത്തിന്റെ പേരിൽ കൊടുക്കാം. ഞാൻ ഒരാൾക്ക് കൊടുത്തത് ഫക്കീറ എന്നുള്ള ആൾക്കാർ, അയാൾ തന്നെ പൊതുവിശ്വാസിയാണ്, ആ ലെവലിലാണ് വേറൊരാൾ കൊടുക്കുന്നത്. അയാൾ തന്നെ യാത്രക്കാരനുമാണ്, ആ ലെവലിലാണ് വേറൊരാൾ കൊടുക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ആളുകൾക്ക് വിവിധ സെഷനുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കാം. ഒരു വ്യക്തിയിലേക്ക് തന്നെ ഒന്നിലധികം അവകാശിയാണ് അയാളെങ്കിൽ കൊടുക്കാൻ പാടില്ല. പറ്റുന്ന ഒരു കോലം ഇതുമാത്രമാണ്. ഏത്? കടക്കാരനായിരുന്നു, കടം എന്ന ലെവലിൽ അവന് കൊടുത്തു, ആ കടം അവൻ വീട്ടി, ഇപ്പോൾ അയാൾ ഫക്കീറാണ്, ഫക്കീർ എന്ന ലെവലിൽ വീണ്ടും അയാൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങളൊരു ചോദ്യം ഉണ്ടല്ലോ, എന്താ ഒരാള് 3 വിശേഷണങ്ങളും വെച്ച് ഒരാൾക്ക് തന്നെ ഇവന്റെ സ്വത്ത് മുഴുവൻ കൊടുക്കാവോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വരില്ല. എന്തുകൊണ്ട്?